ഉണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ എല്ലാവരുടെ അസൈൻമെന്റ്സ് എല്ലാം ഞാൻ കണ്ടിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്ര എഫേർട്ട് ഇട്ടതിൽ തന്നെ വലിയൊരു കാര്യം. അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പം ആ ഒരു എങ്ങനെയുണ്ട് വർക്ക് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും? ഓക്കെ ആണോ? ഷുവറാണ്. ഓക്കെയാണ്. ഓക്കെ മുമ്പോട്ട് കൂടുതൽ ചെയ്യുന്നത്ര ഓക്കെ 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 നല്ലതാണ്. ഓക്കെ ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലായി പഠിക്കാൻ പറ്റില്ല. അതാണ് മനസ്സിലായി മനസ്സിലാക്കിയത്. മനസ്സിലായി. അതെ അതെ അതെ. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്കത് ഓക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു തരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഓക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ചാർട്ടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സംഭവം നമുക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ അതിന്റെ മുമ്പിൽ ഇടുന്ന ഒരു എഫേർട്ട് ഇടുമ്പോഴേ അത് പൂർണ്ണമായിട്ട് വരുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ചെറുതാണെങ്കിൽ പോലും നമുക്ക് ആ ചാർട്ടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, ഒരുപാട് സംശയങ്ങൾ വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൺവേ ചെയ്യുക. നമ്മൾ അതിന് എന്തായാലും വ്യക്തമായിട്ടുള്ള ആൻസർ തരുന്നതുമായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ സർ. ഓക്കെ. കഴിഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം അത് ക്ലിയർ ചെയ്തിട്ട് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരണേ അവിടെ. ഓക്കെ. വേറെ? സപ്പോർട്ട് റെസിസ്റ്റൻസ് അതെനിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ ഫൈൻ. വേറെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും വേറെ ഡൗട്ടുകൾ? പിന്നെ ഹയർ ഹൈ ഹയർ ലോ ചില സമയത്ത് കത്തിച്ചു കേട്ടില്ല, ഞാൻ കേട്ടില്ല. വോയിസ് ബ്രേക്ക് ആയി. ഹയർ ഹൈ ഹയർ ലോ. ഹയർ ഹയർ ലോ ചില സമയത്ത് ഇപ്പോ ഹയർ ഹൈ 2 പോയിന്റ് ഉണ്ടല്ലോ. പ്രീവിയസ്ലി ഒരു ഒരു റീട്രേസ്മെന്റ് നടന്നിട്ടുണ്ടാവും. വോയിസ് ക്ലാരിറ്റി ഇല്ല ബ്രോ. നോക്കുന്നത് അത് ഇന്റെ ഇപ്പൊ പ്രശ്നമാണോ അതോ? കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ. വീണ്ടും വീണ്ടും വോയിസ് ബ്രേക്ക് ആണ്. എന്റെ മാത്രമാണോ അതോ എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ? ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ഇല്ല. ഓക്കെ ഓക്കെ ഫൈൻ. ബ്രോ ഒന്ന് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഞാനത് കൺവേ ചെയ്യാം, പറയാം. ഓക്കെ ഫൈൻ. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ കേസ് പറഞ്ഞു. ഓക്കെ. സപ്പോർട്ട് റെസിസ്റ്റൻസിൽ എന്താണ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണേ? അപ്പോൾ അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാമല്ലോ. അതാ പറയണം. അതോ ഞാനത് ഒന്നും കൂടെ പറയണം എന്നുള്ളതാണോ? എങ്ങനെയാണ്? നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ ഓക്കെ എന്തെങ്കിലും ഓക്കെ 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 ഫൈൻ. എനിക്കത് ഏത് ക്യാൻഡിലാണ് എടുക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് ഒന്നും പിടികിട്ടില്ല. ഓക്കെ മനസ്സിലായി. ഫസ്റ്റ് സപ്പോർട്ടാണോ സെക്കൻഡ് സപ്പോർട്ടാണോ? ഓക്കെ ഫൈൻ. സമയം കളയണ്ട, കയറാം. ഓക്കെ. ട്രേഡിംഗ് വ്യൂവിന്റെ ഒക്കെ ട്യൂട്ടോറിയൽ എല്ലാവരും കണ്ടിരുന്നോ? ഒരു ക്ലാരിറ്റി കിട്ടിയതിന്? കണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഫൈൻ. ഓക്കെ. ഇപ്പോ സ്ക്രീൻ കാണില്ലേ? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. മൊബൈലിൽ ട്രേഡിംഗ് വ്യൂ വ്യത്യാസമുണ്ടോ? ഇല്ല ബ്രോ, മൊബൈലിലും ഇതേപോലെ തന്നെയാണ്. പക്ഷേ മൊബൈലിൽ നമുക്ക് ഡ്രോ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. നമുക്കിപ്പോൾ നമ്മുടെ ലാപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡ്രോയിങ് ചെയ്യാം. മറ്റേതൊരു ചെറിയ സ്ക്രീനിൻ്റെ അകത്ത് ഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ. സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഞാൻ ഒന്നും കൂടെ അതൊന്ന് വ്യക്തമായിട്ട് പറയാം. ഓക്കെ ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു പോയിന്റിൽ ഞാൻ കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് ഒരു പോയിന്റിൽ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇതൊരു എന്ത് പോയിന്റ് ആണ്? ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് അല്ലേ? ഇവിടെ നിന്ന് ഇത്രയും ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് അല്ലേ? അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല, ക്ലിയർ. ഇവിടെ നിന്ന് ഓക്കെ. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഹൈ പോയിന്റ് ആയിരുന്നു, ദെൻ ഒരു ലോ പോയിന്റ് വന്നു, വീണ്ടും ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ, വീണ്ടും ഇതാണോ ലോവർ ഹൈ, ഇതാണോ ലോവർ ഹൈ? ഇത് 1, ഇത് 2. ലോവർ ഹൈ ഏതാണ്? ഇതാണ് സെക്കൻഡ് 2 വൺ. ആണ്. ഓക്കെ ഫൈൻ. ഇത് ലോവർ ഹൈ, ദെൻ വീണ്ടും ഒരു ലോവർ ലോ, ദെൻ വീണ്ടും ഒരു ലോവർ ഹൈ, ദെൻ വീണ്ടും എന്താണ്? ഒരു ലോവർ ലോ. എന്നിട്ട് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ലോവർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു.
ശരിയല്ലേ? ഓ, ഞാൻ ഇവിടെ വല്ല മാർക്കിംഗ് ബ്രേക്ക് നോക്കിയത് ഇവിടെയുമല്ല, 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 ഇവിടെയാണ് ഞാനത് ബ്രേക്കായി കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? ക്ലിയർ. മനസ്സിലായി. കാരണം എന്തുകൊണ്ടായിരുന്നു? ബോഡി ക്ലോസ് ആയതുകൊണ്ട്. ഇവിടെയെല്ലാം വിക്ക് വെച്ചായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വിക്കല്ല നമ്മളുടെ കോൺസെപ്റ്റിൽ. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? നമുക്ക് ബോഡി ക്ലോസ്. വിത്ത് ബോഡി ക്ലോസ് വേണം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഓക്കെ. കൺസിഡർ ചെയ്തത് ഇവിടെയാണ്. അതായത് നമ്മൾ അതിനർത്ഥം ഇവിടെ നിന്ന് ബയേഴ്സ് പുഷ് ചെയ്ത് തുടങ്ങി എന്നുള്ളതല്ല അർത്ഥം. അതായത് ട്രെൻഡ് റിവേഴ്സൽ ആവാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ക്യാരക്ടർ തന്നെ ചേഞ്ച് ആവാൻ പോകുന്നു എന്നുള്ളതല്ലേ അതുകൊണ്ട് മീൻ ചെയ്യണേ? ഓ, ശരിയാണോ അല്ലയോ? ശരിയാണ്. ഓക്കെ ഫൈൻ. അപ്പോ നമുക്ക് സപ്പോർട്ട് വരയ്ക്കണം അല്ലേ? സപ്പോർട്ട് വരയ്ക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതിന്റെ ഒരു ഒറിജിൻ പോയിന്റ്. ഈ ഒരു ബയേഴ്സ് പുഷ് ചെയ്യാൻ കാരണമായതിന്റെ ഒറിജിൻ പോയിന്റ് ഈ പോയിന്റ് ആണോ? അല്ലേ? ഇവിടെ നിന്നല്ലേ അതെ ബയേഴ്സ് സർ. പുഷ് ചെയ്ത് തുടങ്ങിയത്? അതെ അതെ. അതെ അതെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ റെക്ടാങ്കിൾ ടൂൾ എടുക്കാം. റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ആ ബയേഴ്സ് പുഷ് ചെയ്ത ആ ഒരു ഏരിയയെ അങ്ങ് വരയ്ക്കുക. ഓക്കെ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് നടത്തിയ ഏരിയയില്ലേ? അതെ, ആ ഡിസ്പ്ലേസ്മെന്റ് നടത്തിയ ആ ഏരിയ വരയ്ക്കുക. ഇതിന് നമ്മൾ വേറൊരു പേരൊക്കെ ഇട്ട് വിളിക്കും. അത് നമ്മൾ വരും ടോപ്പിക്കുകളിൽ നമ്മൾ അത് കവർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ സപ്പോർട്ട് എന്നുള്ള കേസ് നിങ്ങൾ ഇപ്പൊ കറന്റ് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബയേഴ്സ് എവിടെ നിന്നാണോ എൻ്റർ ആയത് ആ ഒരു പോയിന്റിനെ മൊത്തത്തിൽ നമ്മളൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യും. ഇനി വരും ടോപ്പിക്കുകളിൽ നമ്മളത് വ്യക്തമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എവിടം തൊട്ടിട്ട് ഏത് വരെ എന്നുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ക്ലാസ്സിൽ ഓക്കെ, നമ്മളിപ്പോ ഇവിടം തൊട്ടിട്ട് ഇപ്പൊ നിങ്ങളെ പലരുടെയും സംശയമായിരിക്കും, എന്തിന് ഇങ്ങനെ വരച്ചു, എനിക്ക് ഇങ്ങനെ വരച്ച എന്താ? അല്ലേ? അല്ലേ? അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അല്ലേ? ഈ ഇത്രയും ബയേഴ്സ് പുഷ് ചെയ്ത് തരികയില്ലേ, എനിക്ക് ഇത്രയും വരച്ച എന്താ? ഞാൻ എന്തിന് ഇത്ര മാത്രം വരയ്ക്കണം? അല്ലെങ്കിൽ പോട്ടെ, ഞാൻ എന്നാ ഇത്രയും മറ്റേ ഓർഡർ ബ്ലോക്ക് അല്ലേ ഇത്? മറ്റേ ഓക്കെ, അത് ആ കോൺസെപ്റ്റുകൾ കാര്യങ്ങൾ പറഞ്ഞു. ബൈ നടന്നത് ബയേഴ്സിന്റെ പുഷ് നടന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കറന്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിന്റെ പുഷ് നടന്ന ഒരു ഏരിയയാണ് നമ്മൾ സപ്പോർട്ട് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെല്ലേഴ്സിന്റെ മാക്സിമം നടന്ന ഒരു ഏരിയയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഏരിയ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ അല്ലേ? അതൊരു കീ ലെവൽ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അത് നമുക്ക് അതിലോട്ടൊക്കെ പിന്നെ വരാം. നമ്മൾ കറന്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്ത് ഏരിയ ആണ്? റെസിസ്റ്റൻസ് ഏരിയ ആണ്. ശരിയല്ലേ? അതായത് ഇവിടെ നിന്നൊരു ഹൈ വന്നു, ലോ വന്നു, വീണ്ടും ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്തതിന് ലോവർ ഹൈ വന്നതിന് ശേഷം വീണ്ടും ഒരു സ്ട്രക്ചർ താഴേക്ക് വന്നു. ശരിയല്ലേ? അതായത് അടുത്തൊരു ഫാള് തുടങ്ങിയതിന്റെ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണ്? ഈ ഒരു പോയിന്റ് അല്ലേ? അപ്പൊ ആ ഒരു ഏരിയ ഞാൻ എന്താക്കി കൺസിഡർ ചെയ്തു? ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയി കൺസിഡർ ചെയ്തു. എക്സാക്ട്ലി റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് എന്ത് സംഭവിച്ചു? സെല്ല് നടന്നു. സപ്പോർട്ട് ഏരിയയിൽ നിന്ന് എക്സാക്ട്ലി എന്ത് സംഭവിച്ചു? ബൈ നടന്നു. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ. ലാസ്റ്റ് ലോവറിലോ ക്ലോസ് ആയില്ല, വിക്കിന്റെ ഉള്ളിലാ ക്ലോസ് ആയ. കറക്റ്റ് അനാലിസിസ്, കറക്റ്റ് ആണ് ആ കാര്യം. ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല? ഒരു ലോവർ ലോ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് എന്ത് സംഭവിച്ചിട്ടില്ല? ക്ലോസ് ആയിട്ടില്ല. ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിൽ കറന്റ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഒന്ന് മാത്രം, ബാക്കിയെല്ലാം നമ്മൾ ഫർദർ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും കരുതുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഏരിയ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ബയേഴ്സിന്റെ പുഷ് നടക്കുന്ന ഒറിജിൻ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നമ്മളുടെ ഒറിജിൻ ഏരിയ ഇതാണ്. അപ്പോൾ ആ ഒറിജിൻ ഏരിയയെ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്? റെക്ടാങ്കിൾ വെച്ച് വരച്ചത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്ന ഒരു ഏരിയ ആണ്. ബ്രോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. ഇപ്പൊ ഒരു റെസിസ്റ്റൻസ് വരച്ചിട്ടില്ല മുകളില്, ഓക്കെ. അതിന്റെ താഴത്തില്ല പുൾ ബാക്കോ മുകളിലില്ല പുൾ ബാക്കോ, അത് രണ്ടും എന്താ എടുക്കാണ്ടെന്ന്? എങ്ങനെ? ആ സെന്ററിലുള്ളത് മാത്രം എടുത്തത് അതെന്താ എടുക്കാത്ത? ഇപ്പൊ നിങ്ങൾ മാർക്ക് ഇതോ? ഇതല്ലേ? അതല്ല, ആ ക്യാൻഡൽ എന്തുകൊണ്ട് എടുത്തുകൂടാ? ഈ ക്യാൻഡിൽ കാര്യമല്ലേ ചോദിക്കണം നിങ്ങള്? ഞാൻ അതാണ് ചോദിച്ചേ. ഓക്കെ ഓക്കെ, ഒരാൾ ഇത് ചോദിച്ചാൽ അടുത്തത് ആള് ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത്? അതിന്റെ താഴത്ത് നമ്മളിപ്പോ ബ്രോ ഒരു ഫസ്റ്റ് വരച്ചിട്ടില്ലേ, അതിന്റെ താഴത്ത് ഒരു പുൾ ബാക്കും കൂടി വന്നിട്ടില്ല, അവിടെയും കൂടി എടുത്തൂടെ? വാഴത്ത വരച്ചിട്ട് പുൾ ബാക്ക് ഇത് പെടുത്തോ? ആ, അത് അവിടെ തന്നെ. ഓക്കെ ഓക്കെ, ഞാൻ അതും വരയ്ക്കാം.
ഇതാണ് സംശയം അല്ലേ? അതെ. ഓക്കെ. നിങ്ങൾ ഈ പറഞ്ഞ ഇത് 1, 2, 3 ഈ 3 റെസിസ്റ്റൻസ് ഏരിയയാണ്. അതായത് സെല്ലൈസ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാ ഏരിയകളും റെസിസ്റ്റൻസ് ഏരിയകൾ തന്നെയാണ്. ഇപ്പൊ ബ്രോ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത് എടുത്തില്ല? ഇവിടേക്ക് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻ നോക്കി കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യാം. കാരണം എന്താണ്, അവിടെ ഇവിടെ നിന്ന് എത്തിയില്ല. ലാസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഒറിജിൻ പോയിന്റ്, അതായത് ലാസ്റ്റ് ആയിട്ട് ഒരു സെല്ലിംഗ് നടന്നതിന്റെ ഒരു ഒറിജിൻ പോയിന്റ് ആണിത്. ഇവിടെ നിന്നല്ലേ ഈ സെല്ലേഴ്സ് ഡംപ് ചെയ്ത് തുടങ്ങിയത് അല്ലേ? അപ്പൊ ഇതിനൊരു റെസിസ്റ്റൻസ് ആക്കി എടുക്കുക തന്നെ ചെയ്യാം. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇൻവാലിഡ് ആയി മുകളിൽ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബ്രോ പറഞ്ഞതുപോലെ ഈ ഈ ഒരു ക്യാൻഡിൽ എന്തുകൊണ്ട് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുത്തുകൂടാ? ഈ ഏതും റെസിസ്റ്റൻസ് പ്രോപ്പർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ബ്രോക്ക് കാണാം ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വീണ്ടും റിയാക്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ട്രേഡ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? രണ്ടാമത്തെ പറഞ്ഞു. രണ്ടാമത്തെ ഇതിൽ ടച്ച് മറ്റേ ഇതിൽ ടച്ച് ആവുന്നിടത്തല്ലേ തുടങ്ങുന്നത്? ഇതോ? ആ, ഈ നമ്മുടെ ഈ FEG-ലെ ഈ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന തുടങ്ങുന്നിടത്തല്ലേ നമ്മുടെ ട്രേഡ് തുടങ്ങുന്നത്? നമ്മൾ ട്രേഡ് ആക്റ്റീവ് ആവുന്ന കാര്യമാണോ ബ്രോ ചോദിച്ചത്? ആ, അതെ അതെ. അല്ലെ, ഇവിടെ നിന്നല്ലേ? നമ്മള് ഇപ്പൊ ഏത് റെസിസ്റ്റൻസ് ഏരിയ ആണെങ്കിലും ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിലും വ്യക്തമായിട്ടുള്ള ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ കുറെ പ്രൊസീജിയർ വർക്കുകളുണ്ട്. ഇതല്ല അൾട്ടിമേറ്റ്. ഇത് വളരെ അതല്ല, അതിന്റെ രണ്ടാമത്തെ. ഇവിടെ നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ആ. ഇത് ഇവിടെയാണെങ്കിലും എല്ലാത്തിലും വ്യക്തമായിട്ട് കൺഫർമേഷൻ ലോ ടൈം ഫ്രെയിം പോയി കൺഫർമേഷൻ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുക. മിറ്റിഗേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വാലിഡ് ആവും, അതോ മിറ്റിഗേറ്റഡ് വൺസോ ടോയ്സോ ആണെങ്കിൽ കുഴപ്പമില്ല. മൂന്നാമത്തെ തവണ വരുമ്പോഴത്തേക്ക് നോക്കാതിരിക്കുക. ഓക്കെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. നമ്മൾ ഈ റെസിസ്റ്റൻസും സപ്പോർട്ടും വരയ്ക്കുന്ന സമയത്ത് ഉം. ഈ ബോഡി കട്ടാവാത്ത രീതിയിൽ വേണ്ട വരയ്ക്കാനത്? ബോഡി കട്ടാവാത്ത രൂപത്തിലോ? അതായത് അത് ഒറിജിനൽ പോയിന്റിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് വരയ്ക്കുന്ന സമയത്ത് അത് ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യോ? മറ്റു ക്യാൻഡിലുകൾ മുറിഞ്ഞു പോകാത്ത രീതിയിൽ വേണ്ടി അത് വരയ്ക്കാൻ. മറ്റ് ക്യാൻഡിലുകൾ മുറിഞ്ഞു പോവാത്ത രൂപത്തിൽ ബ്രോ ഉദ്ദേശിച്ചത് ഇത് ഫുള്ളായിട്ടല്ല നമ്മൾ വരച്ചിട്ടുള്ളത്? ഇതും ഫുള്ളായിട്ടല്ല വരച്ചിട്ടുള്ളത്? അത് കറക്റ്റാണ്. ഓക്കെ, ഇതും ഫുള്ളായിട്ടല്ല വരച്ചിട്ടുള്ളത്? ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇത് വരയ്ക്കുമ്പോ ഈ ബോഡി വിക്ക് നോക്കുന്നില്ല, ബോഡി നമ്മൾ മാക്സിമം കട്ടാവാത്ത രീതിയിലുള്ള അതെ 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 അതെ. അത് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് അടുത്ത നെക്സ്റ്റ് വരും ക്ലാസ്സുകളിലെ കീ ലെവൽ എല്ലാം അതിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡ്രോ ചെയ്യേണ്ടതെന്നുള്ള ഒരു ലോജിക്ക്, അതിന്റെ ബിഹൈൻഡ് ലോജിക് കൂടെ ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ അല്ലേ? ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിൽ? വേറെ എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയ ഓക്കെ അല്ലേ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ കേസ് എല്ലാവർക്കും? ഓക്കെ ഓക്കെ. ഓക്കെ അല്ലേ? അതിന്റെ ബാക്കിയുള്ള സപ്പോർട്ടർ റെസിസ്റ്റൻസ് കുഴപ്പമില്ല. ഓക്കെ അടുത്ത ഓർഡർ ബ്ലോക്ക് കൊടുക്കുന്നുള്ളൂ. ഓക്കെ കറക്റ്റ് വരുന്നുള്ളൂ. ഓക്കെ ഫൈൻ. നമ്മൾ അടുത്ത ടോപ്പിക്കുകളിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വ്യക്തമാവും. ഇതൊരു വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന്റെ നമ്മളുടെ ടേംസുകളും ടേംസുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ കേസ് ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ? അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം നമുക്ക്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രീവിയസ് ക്ലാസ്സിന്റെ? ഡ്രോയിങ്സ് ഞാൻ കണ്ടിരുന്നു, എല്ലാവരുടെയും ഡ്രോയിങ്സ് ഞാൻ കണ്ടിരുന്നു, വളരെ നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ നീറ്റ്നെസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ചാർട്ടുകൾ കണ്ടു, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ബ്രോ ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, വേറെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ചെയ്തുവിട്ടേ ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷെ ഇല്ല, അത് തെറ്റ് വന്നില്ലാണ് പ്രശ്നം. തെറ്റ് വരും, സ്വാഭാവികമല്ലേ? നമ്മളിപ്പോ നമ്മൾ തുടക്കമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ചാർട്ടിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. എങ്കിലും ഒരുപാട് നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിന്റെ ഒക്കെ തുടക്കക്കാലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നന്നായിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഏതോ ബ്രോ ഒരു ചോദ്യം ചോദിച്ചു, എന്തോ ചോദിച്ചല്ലോ. ബ്രോ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സപ്പോർട്ടിന് റെസിസ്റ്റൻസിലില്ലേ, ആ, അതില് ഒരു പ്രാവശ്യം മാത്രമേ ടച്ച് ചെയ്തുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഇപ്പോ ഇതൊരു സപ്പോർട്ട് ഏരിയ എന്ന് വിചാരിച്ചോ. ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ്ലി എന്ത് ചെയ്തു? മാർക്കറ്റ് വന്നൊന്ന് മിറ്റിഗേറ്റ് ചെയ്തു അല്ലേ?
ഇപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് ഒന്ന് മോളിൽ പോയി, എന്നിട്ട് വീണ്ടും ഒന്ന് മാർക്കറ്റ് താഴെ വന്നു. ഇപ്പൊ എത്ര തവണ മാർക്കറ്റ് ടാപ്പ് ചെയ്തു? 2 പ്രാവശ്യം. 2 തവണ. 2 പ്രാവശ്യം ടാപ്പ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു ടാപ്പ് ഇവിടെ വരികയാണെങ്കിൽ അത് നിങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നോക്കാൻ നിൽക്കണ്ട. അത് താഴത്തേക്ക് മെജോറിറ്റി കേസിൽ അത് ഇൻവാലിഡ് ആവും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സപ്പോർട്ടിലോ ഒരു റെസിസ്റ്റൻസിലോ 2 തവണ മാത്രം മിറ്റിഗേറ്റ് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. 1, 2. മൂന്നാമത് വീണ്ടും ആ സപ്പോർട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് Exit. നോക്കേണ്ട ആവശ്യമില്ല? ഓപ്പർച്യൂണിറ്റികൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് സപ്പോർട്ടിലാണെങ്കിലും റെസിസ്റ്റൻസിലാണെങ്കിലും മാക്സിമം 2. ഈ ഫസ്റ്റ് വൺ തന്നെ ആയിരിക്കും മെജോറിറ്റി പവർഫുൾ ആയിട്ട് വരിക. പിന്നെ രണ്ടാമത് ഒരെണ്ണം കൂടെ, പിന്നെ മൂന്നാമത്തെ കേസ് നിങ്ങൾ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഈ കൺസോൾട്ടേഷൻ വരുമ്പോ എങ്ങനെ കേട്ടില്ല? സാറേ, അപ്പൊ ഈ കൺസോൾട്ടേഷൻ വരുമ്പോഴേ ഉം. അത് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും തമ്മിൽ വന്ന് നിൽക്കൂലേ? ആ അപ്പൊ സപ്പോർട്ട് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വ്യക്തമായിട്ടുള്ള ഇപ്പൊ ഒരു ഇത് വരുന്നു. ഇപ്പൊ ഇതൊരു റേഞ്ച്, നമ്മുടെ കൺസോൾട്ടേഷൻ ഫേസ് ഇങ്ങനെയല്ലേ? കൺസോൾട്ടേഷൻ ഫേസിൽ മാർക്കറ്റ് മൂവ് ചെയ്യുക അല്ലേ? അപ്പൊ നമ്മൾ അതിന് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുന്നത്. അതെ, ഇത് എന്തെങ്കിലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു വ്യൂ പറയാൻ പറ്റുമോ? ബൈ ആണോ സെൽ ആണെന്ന് വ്യൂ പറയാൻ പറ്റുമോ? അത് ഞാൻ- ഏതെങ്കിലും അത് മുകളിലേക്ക് ഞാനൊന്ന് അല്ലെങ്കിൽ താഴേക്ക് ചോദിച്ചോട്ടെ? വരണം. പറഞ്ഞു. അത് ഈ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല. എക്സാക്ട്ലി. അത് കഴിയുമ്പോഴല്ലേ ബിഗ് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതെ, അപ്പൊ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെയല്ല. ഈ ബിഗ് മൂവ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടണം. ഇതൊരു കൈൻഡ് ഓഫ് ലിക്വിഡിറ്റി ക്രിയേഷൻ തന്നെയാണ്. ലിക്വിഡിറ്റി ടോപ്പിക് പറയാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാത്തത്. ലിക്വിഡിറ്റി ക്രിയേഷൻ തന്നെയാണ്. പക്ഷെ അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നമ്മൾ വ്യക്തമായിട്ട് ആ മാർക്കറ്റ് ഏത് ബയാസിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു വ്യക്തമായിട്ടൊരു ട്രേഡിംഗ് പ്ലാൻ നമ്മളെ മനസ്സിലുണ്ടാവണം. മാർക്കറ്റ് അപ്പിലേക്കാണോ പോകുന്നത്, അതേപോലെ തന്നെ ഡൗണിലേക്കാണോ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഐഡിയോട് കൂടി ആയിരിക്കണം മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അതല്ലാതെ ഇനിയിപ്പോൾ എന്ത് ലിക്വിഡിറ്റി ക്രിയേഷൻ ആണെങ്കിലും ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ പോയി ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുത്. മനസ്സിലായോ? ഒന്നെങ്കിൽ മാർക്കറ്റ് ഹൈയെ ബ്രേക്ക് ചെയ്യണം, സാറേ, ഞാൻ അതല്ല കാര്യം ചോദിച്ചോട്ടെ? ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു നമുക്ക് ഡൗൺ ഫസ്റ്റ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിലേ ആ ആ സാറേ, ഇപ്പൊ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ്. ഉം. അവിടെ ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷമാണ് കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ്. ഓക്കെ. അപ്പൊ അവിടുന്ന് പിന്നെ അതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. അവിടെ ഉണ്ട്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്. ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി. പിന്നെ നമുക്കൊരു ബൈ അവിടെ ഒരു ഓപ്ഷൻ വരുന്നില്ലല്ലോ. ഉണ്ട്. അതിന്റെ ടോപ്പിക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഞാൻ ഒരു പറഞ്ഞു. ഈ സൈഡ് വൈസ് ഒന്നും ചോദിച്ചിട്ട്, ആ നമ്മളിപ്പോ നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഈ കൺസോൾട്ടേഷൻ വരുമ്പോൾ ഫസ്റ്റ് മാർക്കറ്റ് മുകളിലേക്കാണ് ഈ കട്ട് ചെയ്തേക്കും നമ്മുടെ ഈ ഇത് റെസിസ്റ്റന്റ് സപ്പോർട്ട് എടുത്തിക്കാണ്ട് ബ്രോ, ഇത് trade സംഭവം എന്ന് ചെയ്യുന്ന പറഞ്ഞു ആൾക്ക് കഴിഞ്ഞാൽ മനസ്സിലായി ബ്രോ. trade- സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിക്വിഡിറ്റി ടോപ്പിക്സ് നമ്മൾ ഇതിൽ മെജോറിറ്റി പീപ്പിൾസിന് കവർ ചെയ്തിട്ടില്ല. ഓക്കെ അല്ല ബ്രോ, ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. മുകളിലേക്ക് നമ്മൾ ക്യാൻഡിൽ പോകുമ്പോ ആൾക്കാര് അപ് ട്രെൻഡിലേക്ക് ട്രേഡ് ചെയ്യും. ഓക്കെ, അപ്പോ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിരുന്നിട്ട് താഴത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം വ്യക്തമായിട്ടൊരു ബയാസ് ചേഞ്ച് ആയതിനു ശേഷമാണ് നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. ഓക്കെ. അത് ലിക്വിഡിറ്റി ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടില്ല. അല്ല, ഓക്കെ, ലിക്വിഡിറ്റിയുടെ ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ടോപ്പിക് അല്ലെ കഴിഞ്ഞ ടോപ്പിക് അല്ലാത്ത ഡൗട്ടുകൾ മാക്സിമം എനിക്കൊന്ന് പേഴ്സണലി കണക്ട് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറും. കാരണം അവർക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്നൊന്ന് പേഴ്സണലി കണക്ട് ചെയ്തത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കാരണം അവർക്ക് അത് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നല്ലേ. കറക്റ്റ് അവരൊരു പാത്തിലായിരിക്കും പോകണ്ടാവുക. അതില് ഇല്ല, ഞാനിപ്പോ കുറച്ച് നാളായിട്ട് ട്രേഡ് ചെയ്യുന്നില്ല. മനസ്സിലായി. പക്ഷെ എന്റെ നിർത്തി ചെയ്യാം. ഓക്കെ, മനസ്സിലായി. ഇന്നൊന്ന് കണക്ട് ചെയ്താൽ മതി. ഇന്നൊന്ന് വാട്സപ്പ് ചെയ്ത് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നമുക്ക് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. അപ്പൊ ഇതുവരെ ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഓക്കെ. ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെന്നറിയാലോ. അതെ. അറിയാം. ഇവിടെ ഞാൻ നമ്മളുടെ സപ്പോർട്ട് ഏരിയകളെല്ലാം വരയ്ക്കുകയാണ്. ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലേ? അതെ.
അതെ 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 ഓക്കെ. അടുത്ത സപ്പോർട്ട് ഏരിയ ഏതാ? ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലേ? അതെ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല ഇല്ല ഓക്കെ ഓക്കെ. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരച്ചു. ഓക്കെ. ഇനി മാർക്കറ്റ് നേരെ അങ്ങ് സ്ട്രക്ചർ അങ്ങ് തിരിയുക. ഓക്കെ, അതായത് ഇതിനർത്ഥം എന്താണ്? മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതല്ലേ സൂചന വരുന്നേ? അതെ അതെ അത്ര ഓക്കെ ആണല്ലോ. അതെ ഓക്കെ ഓക്കെ ആ സമയത്ത് ഈ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്ന ഈ ഏരിയ, അതായത് ബയേഴ്സിന്റെ പവറുള്ള ഈ ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറും. അതായത് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണെന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ ഇതൊരു സപ്പോർട്ട് ഏരിയ എന്നറിയാം. അതായത് സിംപിളി പറഞ്ഞാൽ ഒരു സപ്പോർട്ടിനെയോ റെസിസ്റ്റൻസിനെയോ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഒരു സപ്പോർട്ടിനെയോ ഒരു റെസിസ്റ്റൻസിനെയോ ബോഡിയോട് കൂടി ബ്രേക്ക് ചെയ്യുമ്പോൾ ആഫ്റ്റർ അതിനുശേഷം ആ സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കൺവേർട്ട് ആവും. ആ റെസിസ്റ്റൻസ് ഏരിയ എന്ത് ഏരിയ ആയിട്ട് കൺവേർട്ട് ആവും? സപ്പോർട്ട് ഏരിയ ആയിട്ട് കൺവേർട്ട് ആവും. മനസ്സിലായോ? അവിടെ പറഞ്ഞു സാറ്. അതായത് നമുക്കറിയാം ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെന്നറിയാം, ഇതൊരു സപ്പോർട്ട് ഏരിയ എന്നറിയാം, ഇതൊരു സപ്പോർട്ട് ഏരിയ എന്നറിയാം. ഇവിടെ എന്താ സംഭവിച്ചത്? സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോ? ചെയ്തു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താൽ പിന്നെ അത് എന്ത് ഏരിയ ആണ്? റെസിസ്റ്റൻസ് ഏരിയ ആണ്. കാരണം നിങ്ങൾ സിംപ്ലി ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കാം, ഈ ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും സെല്ലേഴ്സിന്റെ വോളിയം ഉണ്ടായതുകൊണ്ടല്ലേ? ബയേഴ്സിന് മുകളിൽ സെല്ലേഴ്സ് പവർ എടുത്തത് കൊണ്ടല്ലേ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയത്? യെസ് ഓക്കെ അല്ലേ? അതുവരെ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഓപ്പർച്യൂണിറ്റി ഈ സപ്പോർട്ടിൽ നിന്ന് ബൈ ആണെങ്കിൽ നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യണം? ഈ ഒരു സപ്പോർട്ടിനെ loss മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഈ സപ്പോർട്ട് ഒരു higher റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറും. പിന്നെ അവിടെ നോക്കേണ്ട ഓപ്പർച്യൂണിറ്റി എന്താണ്? സെല്ലാണ്. സെല്ലാണ്. എവിടേക്ക്? ശേഷം ഒരു പുൾ ബാക്ക്. ഓക്കെ, മനസ്സിലായോ? അതെന്തൊക്കെ ഡൗട്ട് ഉണ്ട്? നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് ചാർട്ടിലോട്ടൊന്ന് പോയി നോക്കി നോക്കാം. ഓക്കെ, ഓക്കെ. നമുക്കറിയാം ഇവിടുന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡൗണിലായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓക്കെ ആണല്ലോ. ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. ഇല്ല. ഓക്കെ, ഫൈൻ. ഞാൻ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഡ്രോ ചെയ്യാണ്. ഓക്കെ അല്ലേ? അതായത് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആണ്, ശരിയല്ലേ? അതെ ലാസ്റ്റ് നല്ലൊരു സെല്ലേഴ്സ് ഡംപ് ചെയ്തൊരു ഏരിയ അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ അല്ലേ? ഞാൻ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, ഈ രണ്ട് ഏരിയ റെസിസ്റ്റൻസ് ഏരിയ അല്ലേ? അതെ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ ആണോ? അതോ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കണോ? വേണ്ടത് ഓക്കെ സാറേ ഇവിടെ സെക്കൻഡ് താഴത്തൊന്ന് മാർക്ക് ആക്കിയിട്ടില്ലേ? അത് ആ അത് സെക്കൻഡ് സെല്ലിംഗ് ക്യാൻഡലിന്റെ വിക്ക് കൂടെ കൂട്ടിക്കൂടെ? അതാ വരയ്ക്കാം, അങ്ങനെ വരയ്ക്കാം. വരയ്ക്കാലോ. ഓക്കെ. ഉറപ്പായിട്ടും. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ ക്ലിയർ. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടുന്ന് ഞാൻ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാൻ കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ലേഴ്സിന്റെ നല്ല രീതിയിൽ ഒരു പവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ എന്തായിട്ട് മാർക്ക് ചെയ്തത്? റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തത്. ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാൻ കാരണം ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു കറക്ഷൻ വന്നതിന് ശേഷം ഈ താഴേക്കുള്ള ഫാളിന്റെ ഒറിജിൻ പോയിന്റ് ഇവിടെയാണ്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ഏരിയ ഞാൻ എന്തായിട്ട് മാർക്ക് ചെയ്തത്? ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തത്. അപ്പൊ ഈ രണ്ട് ഏരിയ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അതെ. രണ്ട് ക്യാൻഡിൽ പുൾ ബാക്ക് ഇല്ലല്ലോ. ഏതാ ബ്രോ? ഈ ക്യാൻഡിലാണോ? അതെ. ഞാൻ പുൾ ബാക്ക് ആക്കി എടുത്തിട്ടില്ല, ഞാൻ റെസിസ്റ്റൻസ് ഏരിയക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യും. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ മുകളിലെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും സ്ട്രക്ചർ താഴേക്ക് കണ്ടിന്യൂ ചെയ്യും. ഈ രണ്ട് സിനാരിയല്ലേ ഉള്ളൂ. അതെ.
ഇതിനല്ലാതെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല ഇത് ഓക്കെ അല്ലേ? ഇല്ല ഓക്കെ. ഒന്നെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റ് ആ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണം, അതല്ലെങ്കിൽ ഈ രണ്ടാമത് നിൽക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണം. ഡൗൺ അപ്പൊ എവിടുന്ന് റെസിസ്റ്റൻസ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താലും നമ്മൾ അവിടെ കേട്ടില്ല 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 എന്നോടല്ലേ പറഞ്ഞേ? ഓക്കെ. അപ്പോൾ ഇത് എവിടുന്ന് റെസിസ്റ്റൻസ് കണ്ടിന്യൂ ചെയ്താലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ അവിടെ നിന്ന് വ്യക്തമായിട്ട് ചാടിക്കേറി എൻട്രി എടുക്കുകയല്ല, കൺഫർമേഷൻ നോക്കിയാണ് എൻട്രി എടുക്കുക. അതെല്ലാം നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന്റെ കാര്യം, നാളെ നിങ്ങൾ പോയി ഒരു റെസിസ്റ്റൻസ് ഏരിയ കണ്ടിട്ട് അവിടെ പോയി സെല്ല് ചെയ്ത് നിൽക്കരുത്. ഓക്കെ. ഇത് വളരെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിയിൽ കിടപ്പുണ്ട്. അതെല്ലാം പഠിച്ചതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങാവൂ? ഓപ്പർച്യൂണിറ്റി ഹണ്ട് ചെയ്യാവൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഉവ്വ. ഓക്കെ അല്ലെ? നാളെ കൊണ്ടുപോയി അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് റെസിസ്റ്റൻസ് ഏരിയ തപ്പിപ്പിടിച്ച് ട്രേഡ് ചെയ്ത് നിൽക്കരുത്. എന്നിട്ട് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സാർ അപ്പോ ഇത് എത്ര മിനിറ്റിന്റെ ക്യാൻഡിലാണ് നമ്മളിത് വാച്ച് ചെയ്യുന്നതെന്ന് പറയാമോ? നമുക്ക് എത്ര മിനിറ്റ് വേണേലും നോക്കാം. നമ്മൾ മെജോറിറ്റിലി നോക്കുക, നമ്മൾ ഹയർ ടൈം ഫ്രെയിംസ് ആയ ഈ ടൈം ഫ്രെയിമുകളാണ് നമ്മൾ മെജോറിറ്റിലി നോക്കുക. ഓക്കെ അല്ലേ? ഇത് 4 ഹവറിലാണ് വെച്ചത്. ഇത് 4 ഹവറിലെ ഡ്രോ. നിങ്ങൾക്ക് 1 ഹവറിൽ ഡ്രോ ചെയ്യാം, ഡെയിലി ഡ്രോ ചെയ്യാം, വീക്കിലി ഡ്രോ ചെയ്യാം, 30 മിനിറ്റ് ഡ്രോ ചെയ്യാം, എന്തിനു വേണേലും ഡ്രോ ചെയ്യാം. നോ ഇഷ്യൂ. നിങ്ങൾ പഠിക്കണ 5 മിനിറ്റ് ആണോ 15 മിനിറ്റ് ആണോ? കൺഫർമേഷന്റെ കേസൊക്കെ നമ്മളത് ലോ ടൈം ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്യും. ഞാനിപ്പോൾ നിങ്ങൾ കറന്റ് പഠിക്കാൻ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ ഓരോ Candle size big വലിയ സൈസ് ക്യാൻഡിൽ സൈസ് ഒക്കെ കംപ്ലീറ്റ് ക്യാൻഡിലും നമ്മൾ കൺസിഡർ ചെയ്യുമോ? കേട്ടില്ല. ബൾക്കി ക്യാൻഡിലാണ് കംപ്ലീറ്റ് ക്യാൻഡിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ കൺസിഡർ ചെയ്യണം. ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ലാസ്റ്റ് ഡംപ് ചെയ്ത ഒരു ഏരിയ ആണ്. എന്നിട്ട് അതിനെ ഞാൻ റിഫൈൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വരും ക്ലാസ്സുകളിൽ ഞാൻ അത് റിഫൈൻ ചെയ്ത് പറഞ്ഞുതരാം. വലിയൊരു ബൾക്കി ക്യാൻഡിൽ ആണെങ്കിൽ മൊത്തം ബൾക്കി ക്യാൻഡിൽ എടുക്കണം നിർബന്ധമില്ല. അത് നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് 2 പ്ലാൻ ആയിരുന്നു. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വീണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വീണം. നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. എന്ത് സംഭവിച്ചു? ഫസ്റ്റ് റെസിസ്റ്റൻസിനെ മാർക്കറ്റ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ബോഡി ക്ലോസോടുകൂടി. അതിനർത്ഥം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്തായി? ഫെയിലായി അല്ലെങ്കിൽ ഇൻവാലിഡ് ആയി. ശരിയല്ലേ? ഞാനത് നോട്ട് ചെയ്തോടെ വയ്ക്കാം. ഓക്കെ. ഇനി അടുത്ത് നമ്മളുടെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഏരിയ. ശരിയല്ലേ? അതെന്ത് സംഭവിക്കും നോക്കാം. മാർക്കറ്റ് ചെറിയ റിയാക്ഷൻ കാണിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതും ഫെയിലായി. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഏരിയയും എന്തായി? ഇൻവാലിഡ് ആയി. അതിനർത്ഥം എന്തായിരിക്കും? മാർക്കറ്റ് അപ് ട്രെൻഡ് ആയി. അതായത് സെല്ലേഴ്സിന് മുകളിൽ ബയേഴ്സ് പിടിമുറുക്കാൻ തുടങ്ങി. ശരിയല്ലേ? ഓക്കെ. അങ്ങനെ സംഭവിച്ചാൽ നമ്മളുടെ ഈ റെസിസ്റ്റൻസ് ഏരിയയും ബ്രേക്കായി, ഈ റെസിസ്റ്റൻസ് ഏരിയയും ബ്രേക്കായി. അങ്ങനെ സംഭവിച്ചാൽ ഈ 2 റെസിസ്റ്റൻസ് ഏരിയയും എന്തായിട്ട് കൺവേർട്ട് ആവും? സപ്പോർട്ടായിട്ട് കൺവേർട്ട് ആവും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? റെസിസ്റ്റൻസ് ഏരിയ എന്തായിട്ട് കൺവേർട്ട് ആയി? സപ്പോർട്ടായിട്ട് കൺവേർട്ട് ആയി. അതേപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയും എന്തായിട്ട് കൺവേർട്ട് ആയി? സപ്പോർട്ടായിട്ട് കൺവേർട്ട് ആയി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കറിയാം, ഓക്കെ, റെസിസ്റ്റൻസ് ഏരിയ സപ്പോർട്ടായിട്ട് കൺവേർട്ട് ആയി. അതായത് ഇനി ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ബൈയിങ്ങിനാണോ ചാൻസ് കൂടുതൽ, സെല്ലിങ്ങിനാണോ ചാൻസ് കൂടുതൽ? ബൈയിങ്ങിന്. ഓക്കെ അല്ലേ? അതായത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമ്മൾ നോക്കുക. മനസ്സിലായോ? വന്ന് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മളുടെ എൻട്രി ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമത്തെ സിനാരിയോ, ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ റെസിസ്റ്റൻസ് ഏരിയ സപ്പോർട്ട് ഏരിയ മാറി ഈ ഒരു ഏരിയയിൽ എൻട്രി മിറ്റിഗേറ്റ് അല്ലെങ്കിൽ വന്ന് ടാപ്പ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് അടുത്ത എൻട്രി പൊസിഷൻസുകൾ നോക്കാം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? വന്ന് ടാപ്പ് ചെയ്തോ? ഇല്ല. അതും സംഭവിക്കാം. എല്ലാം നമ്മൾ വിധിച്ചണക്ക് നടക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റൂല. ചിലപ്പോ നമ്മളെ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് സാധനം പോകും.
ഓക്കെ അല്ലേ? ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തു, ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തില്ല എന്ന് വെച്ച് ഇതിന്റെ വൈത്താലങ്ങൾ പോവോ? ഇല്ല. പോവായിരിക്കും പോവരുത്, നല്ലത്. പോവരുത്. നമ്മളെ എൻട്രി എവിടെയാണ്? ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് എൻട്രി. മനസ്സിലായോ? Yes. അല്ലാതെ ഈ നമ്മളുടെ വ്യക്തമായിട്ടുള്ള ഏരിയയിൽ വരാതെ മാർക്കറ്റ് മുകളിൽ പോയാൽ പൊക്കോട്ടെ. ഓപ്പർച്യൂണിറ്റി നാളെയും വരും. കയ്യിലിരിക്കണ കാശ് നാളെ വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ ഒരു വാക്കുകൾ ഓർത്ത് വെക്കുക. ഓപ്പർച്യൂണിറ്റി നാളെയും കിട്ടും. ഓക്കെ, ഓപ്പർച്യൂണിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആണ്, പക്ഷെ കയ്യിരിക്കണ കാശ് എപ്പോഴും ലിമിറ്റഡ് ആണ്. മുകളിലേക്ക് പോയിട്ട് താഴെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറണം. ഓക്കെ, നമുക്ക് ഇനി ഇപ്പൊ തിരിച്ചൊരു ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. അതിന് നോ ഇഷ്യൂ. ഓക്കെ അല്ലേ? മാർക്കറ്റ് ആ സപ്പോർട്ട് ഏരിയയിലേക്ക് വരാതെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത്. സാർ അപ്പൊ നമുക്ക് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞു. ഈ മാർക്കറ്റ് ഇവിടെ ഒന്ന് നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അതെ, മുകളിലേക്ക് പോയിട്ട് മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഒന്ന് സപ്പോർട്ട് എടുത്തു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. റീടെസ്റ്റ് വേണ്ടേ? ആ സപ്പോർട്ട് എടുത്തതിന് ശേഷം ദാ, നമുക്ക് ആ ഉം, സപ്പോർട്ട് ചെയ്ത് നല്ല നമ്മള് ഒരു എൻട്രി എടുക്കും പറയണ. അതെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കണേ, ഇത് ഉം. സപ്പോർട്ട് നമുക്ക് ട്രെൻഡ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ച് എൻട്രി വെച്ചുകൂടെ? കാരണം ചിലപ്പോൾ മാർക്കറ്റ് ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും റെസിസ്റ്റൻസിലേക്ക് പോകാനൊരു അതായത് സാധ്യതയില്ലേ? നമുക്ക് ഇവിടെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മേളിലോട്ട് കയറ്റി വെച്ച് എൻട്രി പുഷ് ചെയ്തൂടെ എന്നാണ് ബ്രോ ഉദ്ദേശിച്ചത്? അതെ അതെ, അതായത് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. മനസ്സിലായി. അതായത് ബ്രോ ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു സപ്പോർട്ട് മാർക്കറ്റ്, ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അത് സപ്പോർട്ടായി മാറി. ഈ ഒരു അടുപ്പിച്ച് വെക്കാതെ മേളിലോട്ട് കയറ്റി വെച്ചിട്ട് എൻട്രി എടുത്തൂടെ എന്നുള്ളതല്ലേ ബ്രോ ഉദ്ദേശിച്ചത്? ഇതന്നല്ലേ മീൻ ചെയ്തത്? ഇച്ചിരി മുകളിലേക്ക്. ഓക്കെ, സപ്പോർട്ടിന് മുകളിലേക്ക് വെച്ചിട്ട് എൻട്രി എടുത്തൂടെ എന്നുള്ളത്. ഉം. അതായത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താവശ്യത്തിന്? ഏഹ് എന്താവശ്യത്തിന്? അതാണ് എന്റെ ചോദ്യം. അതായത് ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട്. നമ്മളുടെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഓക്കെ, ആ. അതിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമ്മളുടെ ഈ ഒരു റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നുള്ള ഈ ഒരു ലോജിക്കിൽ മാർക്കറ്റ് ഇവിടെ വരണം. ഇവിടെ വന്നാലേ ഉള്ളൂ എൻട്രി. അല്ലാതെ ഇവിടെ വന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമ്മളുടെ അല്ല, അങ്ങനെ എൻട്രി എടുക്കാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ എടുക്കണ കാര്യമല്ല പറഞ്ഞത്. ഉം മാർക്കറ്റ് മുകളിലേക്ക് പോയി അത് കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് അങ്ങനെ മുകളിലേക്ക് നോക്കാം, അങ്ങനെ കയറുവാണെങ്കിൽ നോക്കാം, അങ്ങനെ മാത്രം എൻട്രി. ഓക്കെ, അങ്ങനെ നോക്കാം. അല്ലേ? അതായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് പുഷ് ബാക്കിൽ എൻട്രി എടുക്കുന്നു. ആ, അതായത് ഓക്കെ, അത് തന്നെ. മനസ്സിലായി, സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് എൻട്രി. മനസ്സിലായി. ഓക്കെ, ഒരു ഡബിൾ കൺഫർമേഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും പറയാം? ഈ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് എന്നുള്ള ലോജിക്ക് മനസ്സിലായോ? മനസ്സിലായി. സാറ് പറയുന്നതെല്ലാം ഓർത്തിരിക്കും, കുറച്ചു നേരം കഴിയുമ്പോ പിന്നെ ഡൗട്ട് വരും. ആണോ? ക്ലാസ് അത് തുടക്കം അങ്ങനെ തന്നെയാണ്. നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു ടോപ്പിക് അല്ലേ, അപ്പൊ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം വരും. അപ്പൊ നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, കണക്ട് ചെയ്യാൻ. എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് റിപ്ലൈ എല്ലാം കിട്ടുന്നുണ്ടല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വാസം. ഓക്കെ, അപ്പൊ ഇതാണ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് എന്നുള്ളൊരു ടൂളാണ്. അതായത് ഒരു റെസിസ്റ്റൻസ് ഏരിയയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയയെ ഒരു സപ്പോർട്ട് ഏരിയയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അതിന്റെ വല്ല എക്സാമ്പിൾ ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലായിരുന്നോ? ഓക്കെ, ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലായിരുന്നോ? യെസ്. അതായത് നമ്മളുടെ വ്യൂ പ്രകാരം എന്താണ് സംഭവിക്കേണ്ടത്? മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് വരണം. അപ്പിലേക്ക് ശരിയല്ലേ? വേണം. ഓക്കെ അല്ലേ? അതെ. അതായിരുന്നു ഓക്കെ. നമ്മളുടെ പ്ലാൻ. അതായത് മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ പോണം. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ചെയ്ത് അതെ, down ആയി.
അതെ, സപ്പോർട്ടിന് താഴെ മാർക്കറ്റ് എന്ത് ചെയ്തു? ബോഡി ക്ലോസ് ചെയ്തു. അതിനർത്ഥം ഈ സപ്പോർട്ട് എന്തായി മാറി? റെസിസ്റ്റൻസ് ഏരിയ ആയി മാറി. അതിന് മാറി. തീർത്തം അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഓപ്പർച്യൂണിറ്റി എന്ത് ഓപ്പർച്യൂണിറ്റിയാണ്? ഒരു സെൽ സെൽ സെല്ല്. ഓപ്പർച്യൂണിറ്റിയാണ് നോക്കേണ്ടത്. ക്ലിയർ ആണോ? കണ്ടോ? Yeah. ക്ലിയർ അതിനുശേഷം മാർക്കറ്റ് പോയ പോക്കുണ്ടോ? ഉം. ഓക്കെ അല്ലേ? ഇതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ അല്ലേ? Okay. ഇതാണ് ഞാൻ ഓക്കെ. ചോദിച്ചത്. ആ ഓക്കെ. അപ്പോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വളരെ സെല്ലേഴ്സ് പുഷ് ചെയ്തു, ആ സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ മീൻ അപ്പൊ ചെയ്യുന്നതെന്ന് നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന 100 താഴ്ന്നപ്പോ സാറേ അടുത്ത ക്യാൻഡില് അത് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ ഒരു ഫുൾ ബോഡി ബിഗ് ഇല്ലാതെ കയറി വരുവാണെങ്കിൽ നമുക്ക് ഒരു ബൈ എടുക്കാം അല്ലേ? അതായത് ഈ ഒരു ബോഡി ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വരച്ചിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടല്ലോ, സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടല്ലോ, ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്ന് ടാപ്പ് ആവുന്ന സമയത്ത് നമ്മൾ കൺഫർമേഷൻ നോക്കി ട്രേഡ് ചെയ്യും. ആ കൺഫർമേഷന്റെ കേസൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കൺഫർമേഷൻ എടുക്കുക എന്നുള്ളത്. Yes, yes. ഓക്കെ അല്ലേ? അതായത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ മീൻ ഇതാണ്. ഈ സപ്പോർട്ട് ഏരിയ ഈ ഒരു വലിയൊരു ബ്ലാക്ക് ക്യാൻഡിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ക്ലോസ് ലഭിക്കുന്നു. അതിനർത്ഥം ഇവിടെ ബയ്യേഴ്സിന് മുകളിൽ സെല്ലേഴ്സ് പിടിമുറുക്കിയെന്നാണ് അർത്ഥം. Sellers വന്നു. അതെ. അപ്പൊ പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്ത് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം? സെൽ Sell ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം, opportunity. ബൈ അല്ല. അപ്പോ നമ്മളുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലെവൽ പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ വരുന്നു, ഇവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻ നോക്കുന്നു, എന്നിട്ട് ട്രേഡ് ചെയ്യുന്നു, താഴേക്ക് സെല് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഉം. അതാണ് ഇവിടെ സംഭവിച്ചതും. മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, ദെൻ താഴേക്ക് പോയി. ഉം. ഓക്കെ അല്ലേ? കാര്യം ക്ലിയർ ആണോ? Okay. Yeah. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ. ഓക്കെ അല്ലേ? നമുക്ക് ബോഡി ക്ലോസ് കിട്ടണോ? ഫുൾ ബാക്കും ബോഡി ക്ലോസ് നോക്കണേ നല്ലത്. ഉം. അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് കണ്ട അത് കണക്കൊക്കെ ആവും. നമ്മളിപ്പോൾ ഏതാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഇന്നലെ വരച്ച ഒരു സ്ട്രക്ചർ ചേഞ്ചസിന്റെ കേസ് ആണെങ്കിലും ബോഡി ക്ലോസ് വേണം. അതേപോലെ തന്നെ ഏതിന്റെ ക്ലാസ്, അതേപോലെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കുക, ബോഡി ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ അല്ലേ? Yes. അതിനൊരു ഉദാഹരണം ഞാൻ ഇപ്പോൾ ബ്രോക്ക് ഇപ്പൊ കാണിച്ചു തരാം. ദാ ഈ ഒരു സിനാരി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ക്ലോസ്ഡ് അല്ലേ, വിക്ക് വെച്ച് ക്ലോസ്ഡ് അല്ലേ അല്ലേ? ഞാൻ എൻട്രി എക്സിക്യൂട്ട് ചെയ്യാണ്. ഇതാണ് എൻ്റെ എൻട്രി. എൻ്റെ SL ഞാൻ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാണ്. നമുക്ക് ട്രേഡ് നമ്മൾ ആക്റ്റീവ് ആയി എന്ന് വിചാരിച്ചോ, SL കിട്ടി. സെല്ല് അടിച്ചിട്ട് തിരിച്ചു കയറി പോകും. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബോഡി കൺഫർമേഷൻ എപ്പോഴും എടുക്കുക. ഇപ്പൊ ഇത് ഇവിടെ ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വളരെ പവർഫുൾ ആയിട്ട് ഇതിന് താഴെ ക്ലോസ് ചെയ്തപ്പോൾ നമുക്കൊരു ബലമായി, ശരിയല്ലേ? അതായത് മാർക്കറ്റ് സെല്ലേഴ്സ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് തുടങ്ങി, ഇതിന് താഴെ എനിക്ക് ബോഡി ക്ലോസ് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നേരെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അവിടുന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണോ? കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതായിരുന്നു അടുത്തൊരു എന്ത് ഏരിയ? റെസിസ്റ്റൻസ് ഏരിയ, ശരിയല്ലേ? അതെ. നമുക്ക് അവിടേക്ക് പ്രൈസ് വരുന്നുണ്ടോ അതോ പോവാണോ നോക്കാം. വന്ന് ടാപ്പ് ചെയ്തു അല്ലേ? ടാപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും അതിന് മുകളിൽ ക്ലോസ് വെച്ചു, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഈ ക്ലോസ് വെച്ച സമയത്ത് ബോഡി ക്ലോസ് ഇവിടെ കിട്ടി. ബോഡി ക്ലോസ് കിട്ടിയ സമയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത ഒരു അപ്പിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി കൺഫർമേഷൻ നോക്കി ട്രേഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നടക്കുന്നത്. കാര്യം ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. ഒരു സപ്പോർട്ടിന് ഒരു ബോഡി ക്ലോസോട് കൂടി ബ്രേക്ക് ചെയ്താൽ ആ സപ്പോർട്ട് എന്തായി മാറും? റെസിസ്റ്റൻസ് ആയിട്ട് മാറും. പിന്നെ അവിടെ നമ്മൾ നോക്കേണ്ട എന്താണ്? ബൈ അല്ലേ? പറഞ്ഞാളാരാ? സെല്ല്. സപ്പോർട്ട് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ, പിന്നെ ബോഡി ക്ലോസറോട് കൂടി ബ്രേക്ക് ചെയ്താൽ പിന്നെ നോക്കേണ്ടത് സെല്ല്. ഓക്കെ അല്ലേ? ആ സെല്ല് നോക്കേണ്ടത് എപ്പോഴാണ്? ആ തിരിച്ച് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ഏരിയയിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടുന്ന് സെല്ല് നോക്കേണ്ടത്. ഓക്കെ അല്ലേ?
ഓക്കെ ഓക്കെ. ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി അതൊരു സപ്പോർട്ടായിട്ട് കൺവേർട്ട് ആയാൽ അവിടെ നമ്മൾ നോക്കേണ്ടത് ഏതാണ്? സെല്ല്, ഇല്ല. ബൈയ് അല്ലേ? സെല്ലാണോ ബയ്യാണോ? കൺഫ്യൂഷനായി. അല്ല, ഞാനിപ്പോ ചോദിക്കുന്നത് ഇതിന്റെ നമ്മള് മുകളിലേക്ക് ഒന്നും കണ്ട് ബോഡി ഗ്ലോസ് കിട്ടിയില്ലേ, അപ്പോ ആ EMS ആയില്ലേ? ഈ ഒരു ക്ലോസ് കിട്ടിയ സമയത്തല്ലേ? ആ, അതെ, പിന്നെ നമ്മൾ അപ്പൊ നോക്കേണ്ടത് പിന്നെ അപ്പർ ബൈ എൻഡ്. അല്ലേ? പിന്നെ ബയ്യ ആ ബയ്യാണ്, ഞാൻ ആ, ബയ്യനാണ്. ബയ്യ അതൊന്നും ഞാൻ കൺഫ്യൂഷൻ പറഞ്ഞില്ല. ആക്ക. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഈ സപ്പോർട്ട് മാർക്കറ്റ് ഇവിടെ ബോഡി ക്ലോസ് ചെയ്താൽ സപ്പോർട്ട് എന്തായിട്ട് മാറും? റെസിസ്റ്റൻസ് ആയിട്ടല്ലേ റെസിസ്റ്റൻസ് കൺവേർട്ട് ആവുക. അപ്പൊ അവിടെ എന്താ നമ്മൾ നോക്കുക? സെല്ല്, സെല്ല് ശരിയല്ലേ? അതാവും. റെസിസ്റ്റൻസിനെ ബോഡി ക്ലോസ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ ബ്രേക്ക് ചെയ്താൽ അവിടെ പിന്നെ നമ്മൾ എന്താ നോക്കുക? അതൊരു സപ്പോർട്ട് ഏരിയ ആയി മാറി ബയ്യ്. ബയ്യ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. കേൾക്കുമ്പോ ഇച്ചിരി അങ്ങോട്ടും ബ്രേക്ക്ഔട്ട് ഇങ്ങോട്ടൊക്കെ തല ഇറങ്ങണ പണ്ട് മറ്റേ മാത്സിന്റെ ഇത് പഠിച്ച കണക്കുണ്ടാവും. ബ്രേക്ക്ഔട്ട് ഇക്വേഷൻ എൻട്രി. ഓക്കെ, ഇക്വേഷൻ പഠിച്ച കണക്കുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സ്കീം ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ വരച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. ഇത് കുറച്ചേരം A+B² ഇച്ചിരി ആ, ഞങ്ങൾ പിന്നെ പറഞ്ഞു. അത് ഇപ്പൊ അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് വരച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കോൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ കയറും. അതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യങ്ങളില്ല. കാണാപ്പാടം പഠിച്ചാൽ അത് നിലനിൽക്കില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ചാർട്ടിൽ പോയി ഇത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. നാളെ വീണ്ടും ചാർട്ട് എടുക്കുമ്പോൾ ഡൗട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടാവും. അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളോട് ഒന്ന് ഡൗട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഇത് ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഓക്കെയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നുള്ള ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കോ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെയാണ്. ഓക്കെയാണ് ഓക്കെയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ച ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ സ്ട്രക്ചർ എല്ലാം നമ്മൾ വരയ്ക്കാൻ പഠിച്ചിരുന്നു. അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ അനാലിസിസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് MSS അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്ത് തരാം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് MS. ഓക്കെ, ഈ വാക്കൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട്. എല്ലാവരും? കുറെ പേർക്കൊക്കെ പുതിയതായിരിക്കും, കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടില്ല. ഓക്കെ, നമുക്കെന്നാൽ ഇതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. കാരണം നമ്മൾ ഇന്നലെ പഠിച്ചതിന്റെ കാര്യങ്ങൾ തന്നെയാണ്. ഇത് എന്ത് മാർക്കറ്റാ? അപ് ട്രെൻഡ് മാർക്കറ്റാണ്, ശരിയല്ലേ? ഈ ഒരു പോയിന്റ് എന്താണ്? ലോ. ലോ. ഓക്കെ അല്ലേ? ഇതെന്താണ്? ഹൈ. 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 ഹയർ ലോ, ലോ. ഹയർ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ അല്ലേ? അപ്പോ അതായത് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് നമ്മൾ പഠിച്ചിരുന്ന എന്താണ്? തുടർച്ചയായി ഹയർ ഹൈകളും ഹയർ ലോയുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്നാ പറഞ്ഞത്? അപ് ട്രെൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. തുടർച്ചയായി ലോവർ ഹൈകളും ലോവർ ലോയുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് എന്ത് മാർക്കറ്റ്? ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്. ഓക്കെ അല്ലേ? അതായത് നമുക്കറിയാം തുടർച്ചയായി ഹയർ ഹൈകൾ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് അത് അപ് ട്രെൻഡ് മാർക്കറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം, ശരിയല്ലേ? തുടർച്ചയായി ഹയർ ഹൈകളെ മാർക്കറ്റ് ബ്രേക്ക് ബോഡി ക്ലോസറോടി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു അപ് ട്രെൻഡ് ആണെന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടണം, ശരിയല്ലേ? ഈ ഹയർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഫാൻസി പേരിട്ട് വിളിക്കും. അതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബോസ് ബോസ് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ BOS എന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ അല്ലേ? ഓക്കെ, അതായത് നമുക്കറിയാം ഒരു ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഈ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിന്റെ കേസാണെങ്കിൽ നമുക്കറിയാം തുടർച്ചയായി ഹയർ ഹൈകളും ഹയർ ലോയുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? അപ് ട്രെൻഡ് മാർക്കറ്റ് എന്നുള്ളത്. അതായത് നമുക്കിവിടെ വ്യക്തമായിട്ട് അറിയാം ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഈ ഹയർ ഹൈകളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോണ്ടേ? കൂടാതെ ഹയർ ലോയുകൾ സേഫ് ആയിട്ട് ഇരിക്കണ്ടേ? ഓക്കെ ആണോ? അതായത് ഈ ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഫാൻസി പേരിട്ട് വിളിക്കും. ആ ഫാൻസി പേരാണ് BOS. അതായത് BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ BOS എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല,
ആ ട്രെൻഡ് ഒരു BOS കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ആ സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ച കാര്യത്തിനെ ഒരു പേരിട്ട് വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിലൊന്നും തന്നെ ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ. അതായത് ഒരു BOS കിട്ടിക്കഴിഞ്ഞാൽ ഒരു BOS കിട്ടിക്കഴിഞ്ഞാൽ അതിലെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ആ അപ് ട്രെൻഡ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ് ഓക്കെയാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. അപ്പോ ഇവിടെ എന്തിനെ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുക? ലോയിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ. ലോവർ ലോയെ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുക. ശരിയല്ലേ? അതെ അതെ. ഡൗട്ട് ഉണ്ടോ ആർക്കൊക്കെ? ആ ഓക്കെ അല്ലേ? ഒന്നുകൂടെ അതായത് explain ഒന്നുകൂടെ. ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്തിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്, ഒരു ഹയർ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുക. എന്നാൽ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ എന്താണ്, ഒരു ലോവർ ലോയുകളെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക. അപ്പൊ ആ ലോവർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഒരു ബ്രേക്ക് സ്ട്രക്ചർ ആയി പറയുന്നത്. അത് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുന്നതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയാൽ ആ ഒരു ട്രെൻഡ് കൺഫേം ആണ് എന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റും, അല്ലെ നമുക്ക് അസംഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോവാം, അതല്ലേ ബെറ്റർ? അതെ. ഓക്കെ. ഓക്കെ, ഇവിടുന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ അല്ലേ? ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണേ. ഓക്കെ ഓക്കെ. ഈ ഒരു പോയിന്റ് ആണ് എൻ്റെ ഒറിജിൻ. ലോ. ഈ ഒരു പോയിന്റ് ലോ ആക്കി എടുത്തു. ഓക്കെ ഓക്കെ. ദെൻ ഹൈ ഏതാ? ഈ ഒരു പോയിന്റ് അല്ലേ ഹൈ? സൂമയാണോ? ഈ ഒരു പോയിന്റ് അല്ലേ ഹൈ? അതിനുശേഷം ഒരു 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് വന്നു, അതിനുശേഷം അതിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ ആണോ? അതിന് മുന്നത്തെ എടുക്കൂല. ഏതാ ബ്രോ? ഇതോ? അല്ലല്ല, ഫസ്റ്റ് താഴേന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ ഏറ്റവും ഇതോ? ലോ? അല്ലല്ല, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലോ പോയിന്റിൽ നിന്ന് അവിടെയും ഒരു ചെറിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടില്ലേ, അതെടുക്കൂല? ഇവിടെ ഏതാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുള്ള? ആ വിക്കിന്റെ മേലെ ഒരു ബോഡി ക്ലോസ് കൊണ്ടുവരണോ? വിക്കിന്റെ മുകളിൽ അതല്ല. ബോഡി ക്ലോസ്. ഇത് ഇവിടെ എവിടെയാണോ? അതെ അതെ ഇതോ? അതെ അതെ അയ്യോ, അതെ. അതിന് കാരണം എന്താ? ഇവിടെ ഒരു ക്യാൻഡിലെ റിട്രേസ്മെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾക്ക് എന്ത് വേണം? 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് നമ്മൾ 2 പഠിച്ചിട്ടില്ലേ? ക്യാൻഡിൽ വേണം. ഓക്കെ. ഇവിടുന്ന് ലോ വന്നു. ലോ വന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ക്രിയേറ്റ് ചെയ്തതിനും ഒരു 2 ക്യാൻഡിൽ വെച്ചിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു കറക്ഷൻ ചെയ്തു. കറക്ഷൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. അതായത് ഈ ഒരു പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? BOS. അതായത് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഓമന പേരിട്ട് വിളിക്കും, അതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ക്ലിയർ ആയോ? അതായത് ഇപ്പൊ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് വെച്ച് കിട്ടിയപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി, മാർക്കറ്റ് അപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായി. ശരിയല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടും. എൻട്രിയുടെ കേസ് ഞാൻ പറയാം ബ്രോ. നമുക്ക് പയ്യെ ഓരോരോ കാര്യങ്ങളിലോട്ട് പോവാം. എൻട്രിയുടെ ഒന്നും സമയമായിട്ടില്ല, ഇതിനൊക്കെ പഠിക്കാൻ ഒരുപാടുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനു മുമ്പേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് അതിനെല്ലാം കൂടെ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ അല്ലേ? വെച്ച് പോയ ക്യാപിറ്റൽ എല്ലാം വാഷ് ഔട്ട് ആയിട്ട് മൂലയ്ക്ക് ഇരിക്കേണ്ടി. അതാ അല്ലെങ്കിൽ എന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാനുള്ളത്. ഓപ്പർച്യൂണിറ്റി ഇന്നല്ലേ നാളെ വരും. നമുക്ക് ഓപ്പർച്യൂണിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആണ്. എന്നും മാർക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഒന്ന് മനസ്സിൽ ആലോചിക്കുക. നമുക്ക് എൻട്രി എടുക്കാം, എൻട്രി കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാം. ഓക്കെ, കാശൊക്കെ നമുക്ക് കളയാം, ധൈര്യമായിട്ടിരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം.
ലോ എടുക്കുന്നു, ഹൈ വരുന്നു, മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി കൺവേർട്ട് ആയി. ഇനി ഇതിനൊരു നമുക്ക് പ്രോപ്പർ റിട്രേസ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല പറ്റുമോ? കാരണം ഇല്ല എന്താണ്, ഒറ്റ ക്യാൻഡിലേ വന്നിട്ടുള്ളൂ സിംഗിൾ അല്ലേ? ക്യാൻഡിൽ. നമുക്ക് രണ്ട് ക്യാൻഡിൽ. ഇപ്പോഴോ? ഇപ്പൊ എടുക്കാം. ഇപ്പൊ രണ്ട് ക്യാൻഡിലായി. ഓക്കെ, നമ്മുടെ ഹൈ പോയിന്റ് ഇതാണ്. അതായത് പറഞ്ഞു. അത് മാത്രം കഴിക്കാം. അതായത് ഓക്കെ, അപ്പൊ ഇതാണ് ഹൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഹൈ പോയിന്റ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് എന്തായി, അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ ആയി. ഓക്കെ അല്ലേ? അതായത് ഇത് ബ്രേക്ക് ചെയ്താൽ അടുത്ത എന്തായി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. സാറേ അതായത് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. നമ്മളിപ്പോ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സാർ ഇപ്പൊ അറ്റ് പ്രസന്റ് ഉള്ള ഒരു ഇതിലല്ലേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പറയണത്. പക്ഷെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ടു റീട്രേസ്മെന്റ് ക്യാൻഡിൽസ് കാണാറുണ്ട്. അതിന്റെ മേലേലാണ് ക്ലോസ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഈ BOS ബാധകമാണോ? എങ്ങനെ? ലെഫ്റ്റ് അതായത് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതോറും നമ്മുടെ ഈ ബോഡിക്ക് വേണ്ടി ഇപ്പൊ ഒരു നല്ലൊരു പമ്പ് വന്നു, എല്ലാത്തിന്റെ മേലെ അങ്ങോട്ട് ക്ലോസ് ആയിക്കണമെന്നാണെങ്കിൽ ഇതോ ഓക്കെ യെസ്, അതിന്റെ മേലെ ഇപ്പോൾ ക്ലോസിംഗ് കിട്ടിയാൽ, ആ വിക്കിന്റെ മേലെ ക്ലോസ് കിട്ടിയാൽ പറ്റും. ഓക്കെ, ഈ വിക്കിന്റെ മേളിൽ ക്ലോസ് കിട്ടിയാൽ ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ വന്നു, മാർക്കറ്റ് ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി ഈ വിക്കിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. അല്ലല്ല, ഇപ്പോഴല്ല, ഇപ്പത്തെ കറണ്ട് റണ്ണിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ അത് എടുക്കുമെന്നാ ചോദിക്കാം. കറണ്ട് റണ്ണിങ് ക്യാൻഡിൽ ഇത് ക്ലോസ് ചെയ്താൽ അവിടെ ഒരു ലോജിക്കലാണ്. അവിടെ ലോജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു സെല്ലിംഗ് പമ്പ് നടന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാ അല്ലെ? അപ്പൊ ഇതിന് മുകളിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ അവിടെ ബയേഴ്സ് പിടിമുറുക്കി എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ആ അപ് ട്രെൻഡിനെ ഒന്നും കൂടെ ഒന്ന് സാധൂകരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു ഓടി കൂടെ ഒരു ബൂസ്റ്റ് കൊടുക്കും. അപ്പൊ അത് റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്. എക്സാക്ട്ലി ആ ഒരു സാധനം. അതായത് നമുക്കറിയാം ഈ ഒരു ഏരിയ ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായ റെസിസ്റ്റൻസ് അല്ലെ? അപ്പൊ ഇതിന് മുകളിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ എന്തായി, റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നുള്ളതായി. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോ ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നു അടുത്ത് മുൻപായിട്ട് ഉണ്ടാക്കിയ ഒരു ഹയർ ഹൈ അല്ലേ? നമുക്ക് അതൊന്ന് ബ്രേക്ക് ചെയ്യൂലോ എന്ന് നോക്കാം. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇതായിരുന്നു എന്ത്, ഹയർ ലോ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അതായത് നിങ്ങൾ ചിന്തിച്ച് കൊളാക്കണ്ട. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ അല്ലേ? മാർക്ക് ചെയ്ത് അങ്ങോട്ട് റീട്രേസ്മെന്റിൽ രണ്ട് ക്യാൻഡിൽ വന്നിട്ടില്ലല്ലോ. രണ്ട് ക്യാൻഡിൽ വന്നില്ലേ? ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ അല്ലേ? കളറ് മാറിയിരിക്കണുണ്ടോ? അയ്യോ, അത് മാറ്റണോ ഞാൻ? വേണ്ട കുഴപ്പമില്ല. ഓക്കെ ആണ് എല്ലാവർക്കും? ഞാൻ മാറ്റണോ? ഞാനത് എന്റെ ചാർട്ടിന്റെ കളർ ഇതാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ വന്നു. അതിനുശേഷം വീണ്ടും എന്ത് സംഭവിച്ചു? മാറ്റണോ ഞാൻ? റെഡ് ഗ്രീൻ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോറി, നിങ്ങളെ തുടക്കം ഓർപ്പിക്കാൻ എന്താ, ഞാൻ വിട്ടുപോയതാ. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ വന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും എന്ത് സംഭവിച്ചു? രണ്ട് ക്യാൻഡിൽ റിട്രേസ്മെന്റ് നടന്നു. ശരിയല്ലേ? ഇനി അടുത്ത വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കണമെങ്കിൽ ഇതിനു മുകളിൽ ബ്രേക്ക് ചെയ്യണ്ടേ? നോക്കാം. ബ്രേക്ക് ആയോ? ബ്രേക്ക് ആയി അല്ലേ? അത് ഞാന് ഇവിടെ വരയ്ക്കണോ അതോ നീട്ടി വരയ്ക്കണോ? ഇതാണോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ? ഇതാണോ ബ്രേക്ക്? ഡബിൾ ക്യാൻഡിൽ വന്നെടുത്ത് വരയ്ക്കണം. ഇവിടെ അല്ല ഞാൻ വരയ്ക്കേണ്ടത്, ഇവിടെ അല്ല വരയ്ക്കേണ്ടത്, ഇവിടെ വരെ വരയ്ക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? നേരത്തെ ചോദിച്ച ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ടും സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസും പഠിച്ചിരുന്നു. നേരത്തെ കുറച്ച് മുമ്പ് ഒരു ബ്രോ പറഞ്ഞതുപോലെ ഇത് എന്തായിരുന്നു നമ്മളുടെ ഏരിയ? റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ശരിയല്ലേ? റെസിസ്റ്റൻസ് ഏരിയ അല്ലേ? ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഇതിനെ ടെക്നിക്കൽ പരമായിട്ടൊന്നും കണക്കണ്ട, ലോജിക്കലി ചിന്തിക്കുക. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. അതിനർത്ഥം നമുക്കൊരു പോയിന്റ്, ഒരു കോൺഫ്ലുവൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ പോലെ നമുക്ക് കിട്ടി, മാർക്കറ്റ് അപ്പിലേക്കാ പോണേന്ന് മനസ്സിലായി. ശരിയാണോ അല്ലേ?
ശരിയാ. അതെ 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 രണ്ടാമത് നമ്മൾ പഠിച്ചൊരു ലോജിക് ഉണ്ടായിരുന്നു, റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ, ബോഡി വെച്ച് ബ്രേക്ക് ചെയ്താൽ അതൊരു സപ്പോർട്ടായിട്ട് മാറും നമുക്കറിയാം. അതെ ശരിയല്ലേ? ആ ഓക്കെ, ഈ രണ്ട് കാര്യം നമുക്കറിയാം. യെസ് ഓക്കെ, ദെൻ ഇവിടെ രണ്ടും സംഭവിച്ചോ, മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. ഓൾസോ റെസിസ്റ്റൻസിനെ രണ്ട് മാർക്കറ്റ് ഇവിടെ ബോഡി വെച്ച് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്ക് അവിടെ രണ്ട് ഡബിൾ പ്രാവശ്യം കൺഫർമേഷൻ പോലെ ആയില്ലേ? അതെ അതെ ഡബിൾ കൺഫർമേഷൻ മനസ്സിലായോ? ആ ഒരു ലോജിക്ക് നമ്മൾ ഒരുമിച്ച് വരുത്തിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? ആ ഓക്കെ ആണോ? ഉവ്വ ഇത്രേ ഉള്ളൂ പരിപാടി. ഒരു ഡൗട്ട്. ഉം, പറ. നമ്മൾ വാലിഡ് പുൾ ബാക്ക് മിനിമം 2 ക്യാൻഡിൽ വേണമെന്നില്ല. അതെ അതെ, അപ്പൊ അതിനകത്ത് സെക്കൻഡ് ക്യാൻഡിൽ ഇപ്പൊ ഇൻസൈഡ് ബാർ ആണെങ്കിലും കൺസിഡർ ചെയ്യാലോ അല്ലെ? ഉറപ്പായിട്ടും. ഇപ്പോ ഈ ഒരു ക്യാൻഡില് ഇതിപ്പോ താഴെ പോയിരുന്നു എങ്കിൽ ആ ഒരു പോയിന്റ് നമ്മൾ ഹയർ ലോ ആയിട്ട് എടുത്തേനെ. ആ ഹയർ ലോ മാറും എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതിപ്പോ ഇവിടെ ക്ലോസ് ഓക്കെ ചെയ്തുകൊണ്ട് അതിന്റെ ഏറ്റവും ബോട്ടം പോർഷൻ ഇതായതുകൊണ്ട് ഞാൻ അതിനെ ഹയർ ലോ ആയിട്ട് എടുത്തു. ഓക്കെ ഓക്കെ അല്ലേ? ഇൻസൈഡ് ആയാലും ഓക്കെ കുഴപ്പമില്ല, അങ്ങനെ നോക്കുക വേണ്ട. 2 ക്യാൻഡിൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ പഠിച്ച നമ്മൾ ആ രണ്ട് ലോജിക് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളൂ. അതിനെങ്ങനെയാണ് മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരുമിപ്പിച്ചെന്നുള്ള കാര്യം ക്ലിയർ ആണോ? യെസ് അതായത് ഈ ഒരു സാറേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പറ. ഇപ്പൊ നമ്മൾ കേട്ടില്ല, വോയിസ് ഈ പോയി. ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടും നമുക്ക് എന്തുകൊണ്ടിട്ടാണ് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആയി പോകുന്നത്? കാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടും മാർക്കറ്റ് എന്തുകൊണ്ടാണ് റിവേഴ്സ് ഇപ്പൊ ആയി പോകുന്നത്? സാറ് വേണേ BTCയുടെ ചാർട്ട് ഒന്ന് എടുക്കാവോ? BTC ബ്രോ, അത് 15 അത് മിനിറ്റ്. സ്വാഭാവികമാണ്. ഓക്കെ അല്ല ഓക്കെ, എന്നാലും നമ്മള് എന്നാലും ഓക്കെ, ബ്രോയുടെ ഒരു സമാധാനത്തിൽ ഞാൻ എടുക്കാം. അതെ ഓക്കെ, 50 മിനിറ്റ് ആണോ? ഓക്കെ 50 മിനിറ്റ്സ്. ആ ഓക്കെ. 50 മിനിറ്റ്സിൽ ഇപ്പോ ലെഫ്റ്റ് സൈഡില് സാറ്റർഡേ 7 ആ ഒരു ടൈം 8:45. സാറ്റർഡേ ഏകദേശം പൊസിഷൻ പറയാൻ പറ്റുമോ? 8:45. 8:45 അത് കറക്റ്റ് പറഞ്ഞാൽ രണ്ട് ഗ്രീൻ ക്യാൻഡിൽ. സാറ്റർഡേ 07 മാർച്ച് 26 8:30 മണി 8:30. 8:30ക്ക് സാർ എനിക്കോട് ഇപ്പുറത്താന്ന് ഒരു രണ്ടെണ്ണം ഇതാണോ? കണ്ടോ? അതെ അല്ല ഇതിന്റെ ഇപ്പുറം. ഇതോ സാറ് ഇപ്പൊ ടൈം ഫ്രെയിം ഞാൻ ഇന്ത്യൻ ടൈം ഫ്രെയിം കണ്ടോ ഇട്ടത്? അപ്പൊ ഓ, ഞാൻ ന്യൂയോർക്ക് കണ്ടിട്ടുള്ള ഏകദേശം ഒരു രൂപം പറയാം. ഇതാണോ അതോ? അതന്നെ അതാ ഓക്കെ അതന്നെ. കാരണം ഓക്കെ ഫൈൻ. അതിന്റെ മേലെ ക്ലോസിംഗ് കിട്ടി, പക്ഷെ താഴെ അതെ ഓക്കെ, ഞാൻ അതിന് തിരിച്ച് അങ്ങോട്ട് പറയാം. അല്ല, നിങ്ങൾ തന്നെ പറയും. ഇതിലൊരുപാട് നമ്മളിപ്പോൾ പഠിച്ച ലോജിക്ക് വെച്ചിട്ടാണ്. ഞാൻ അപ്പുറത്തേക്കുള്ള ഒരു ലോജിക്കും ഞാൻ അതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ പഠിച്ച ലോജിക്ക് മാത്രം. ഓക്കെ, നമുക്കറിയാം. അതൊരു ഓക്കെ, മനസ്സിലായി. ഇത് എന്തുകൊണ്ട് താഴെ പോയി? മാർക്കറ്റ് മുകളിലേക്ക് പോകേണ്ടതല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് നിന്ന് ഫാളായി. അതിനുശേഷം വീണ്ടും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും വന്നു. വീണ്ടും ഇതൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണോ അപ് ട്രെൻഡ് മാർക്കറ്റ് ആണോ? നിങ്ങൾ തന്നെ പറയും. ഡൗൺ ഡൗൺ ട്രെൻഡ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ്. ഓക്കെ ഫൈൻ, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. അവിടെ നമ്മൾ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുക? ഓക്കെ, മനസ്സിലായി. ബ്രോ പറയണത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു എന്നുള്ള കേസ്. ഓക്കെ ഫൈൻ, ഞാൻ വീണ്ടും ഡ്രോ ചെയ്യാം. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ വന്നു, ശരിയല്ലേ? ദെൻ ഒരു പുൾ ബാക്ക് കിട്ടി, മാർക്കറ്റ് മുകളിലേക്ക് പോയി, ശരിയല്ലേ? വീണ്ടും ഒരു പുൾ ബാക്ക് കിട്ടി, മാർക്കറ്റ് മുകളിലേക്ക് പോയി, ശരിയാണോ? ഓക്കെ ആണോ? ഓക്കെ, അതിനുശേഷം ഇതുവരെ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു സ്ട്രക്ചർ ചേഞ്ച് ആവണമെങ്കിൽ ഏതാ ബ്രോ? വരയ്ക്കുന്നത് ഈക്വലോ അല്ലേ? മുന്നേ വരച്ചതിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തല്ലേ സ്ട്രക്ചർ ബ്രേക്ക് ആവുള്ളൂ. അതെ. അപ്പോൾ ഇവിടെ വന്ന് ലാസ്റ്റ് ഉണ്ടായ ഒരു ലോവർ ഹൈ എന്ന് പറയുന്ന പോയിന്റ് ഇതായിരുന്നു, ലോവർ ലോ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ചേഞ്ച് ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിനു മുകളിൽ ബ്രേക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു, നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച ലോജിക്ക് വെച്ച് ശരിയല്ലേ? ഇതിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ആയാലാണ് അവിടെ സ്ട്രക്ചർ ചേഞ്ച് ആയി അല്ലെങ്കിൽ ഡൗണിൽ നിന്ന് അപ്പിലേക്ക് സ്വിച്ച് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ അത് സംഭവിച്ചോ? സംഭവിച്ചിട്ടില്ല. പിന്നെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ആയിട്ട് നിന്നു. അതിനുശേഷം ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ശരിയാണോ? ഓക്കെ, അപ്പൊ ബ്രോ ഉദ്ദേശിച്ചത്
ഇവിടെ നിന്ന് 2 ബൈയിങ് ക്യാൻഡിൽ വന്നപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകേണ്ടതെന്നുള്ളതാ. അതിനെ സാധൂകരിക്കുന്ന അടുത്തൊരു കാര്യം കൂടെ ഞങ്ങൾ വരച്ചേക്കാം. ഇതാ ഈ ബ്രേക്ക് റെസിസ്റ്റൻസ് ഓഫ് ഏരിയ, സ്ട്രക്ചർ. ഈ ഒരു സാറ് മൊത്തത്തിലുള്ള അടുത്തൊരു എൻട്രി പോയിന്റ് ആണത്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ. അവിടുന്ന് അതിന്റെ മുകളില് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇതിന് മുകളിൽ നമുക്കൊരു ക്ലോസ് കിട്ടിയാൽ മാത്രമേ Close. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടെ ഒരു ഒരു buy ബൈയിങ് entry ആണ് ഓപ്പർച്യൂണിറ്റി പറ്റുന്നത്. നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രോക്ക് മനസ്സിലായ മിസ്റ്റേക്ക് എന്താ പറ്റിയെന്നുള്ളത് മനസ്സിലായി. ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, ഇത് വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇത് നമുക്ക് തുടക്കം പറ്റാവുന്നതുമാണ്. നമുക്ക് കുറച്ച് കാശൊക്കെ പോകും, വിഷമൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾക്ക് അത് തിരിച്ചു പിടിക്കാം. നിങ്ങളോട് ഇന്നത്തെ വിചാരിക്കണം ഗോൾഡ് എന്നുള്ളത്. മാർക്കറ്റ് ഇങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് നമുക്ക് ആ ടോപ്പിക്കിലോട്ട് തിരിച്ച് ടോപ്പിക്കിലോട്ട് തന്നെ പോറാം. അപ്പത്തേക്ക് നമ്മൾ എന്താ പറഞ്ഞത്? BOSന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ BOS എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളൊരു അനാലിസിസ് നിങ്ങൾക്ക് ഓക്കെ ആണോ? Yes. അതായത് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ തുടർച്ചയായി ഹയർ ഹൈകളെ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ലോവർ ലോകളെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അതെ. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ. ആണോ? ഓക്കെ ഓക്കെ ആണെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. ചുമ്മാ ഞാൻ ഇവിടുന്ന് എടുക്കുകയാണേ. ഓക്കെ, ഇതിനെ ഞാൻ ഹൈ ആക്കി എടുത്താൽ, സൂം ചെയ്തുതരാം. ഈ ഒരു പോയിന്റിന് ഞാൻ ഹൈ ആക്കി എടുത്താൽ ഞാൻ ഏതായിരിക്കും എൻ്റെ ലോ ആക്കി എടുക്കുക? ഇവിടെയാണോ? ഇവിടെയാണോ? ഇത് 1, ഇത് 2, ഇത് 3. അവിടെ 1 എടുക്കണോ, 2 എടുക്കണോ, 3 എടുക്കണോ? ഡബിൾ ക്യാൻഡിൽ റീട്രേസ്മെന്റ്. ഇതാണോ? അതെ. 3. ഓക്കെ, അതായത് 3 അല്ലേ എടുക്കണ്ടേ? ഇവിടെ സിംഗിൾ ക്യാൻഡിലേ അതെ. വന്നിട്ടുള്ളൂ, ഇവിടെ സിംഗിൾ ക്യാൻഡിലേ വന്നിട്ടുള്ളൂ. ഇവിടെയാണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് റിട്രേസ്മെന്റ് കിട്ടിയത്. ശരിയല്ലേ? അതെ. 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 ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയയാണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്? ഒരു ലോ പോയിന്റ് ആക്കി എടുക്കുന്നത്. ഓക്കെ അല്ലേ? അടിച്ചു. ഇത് ഹൈ, ഓക്കെ. ഇത് ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. Break of അതായത് ഡൗൺ structure. ട്രെൻഡ് മാർക്കറ്റിൽ ലോവർ ലോകളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി Break of മാറുന്നത്. structure. ഓക്കെ, അതായത് നമ്മളുടെ ഒരു പോയിന്റ് അടുത്തത്, അതായത് ലോവർ ഹൈ ഇതായിരുന്നു. ശരിയല്ലേ? അടുത്തത് നിങ്ങൾ പറ, ഒരു സ്ട്രക്ചർ, ഒരു BOS ആണോ നടന്നത്, അതോ സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ആയോ? ഇല്ല, ചേഞ്ച് ആയിട്ടില്ല. ബോഡി ക്ലോസ് നടന്നിട്ടില്ലല്ലോ. അതാണ് ആ വാക്കിന് Body വേണ്ടിയാണ് close ഞാൻ കഴിഞ്ഞു. കാത്തിരുന്നത്. ഓക്കെ, ഇതാ ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല? ഇവിടെ വിക്കാണ് ക്ലോസ് ചെയ്തത്, ഇവിടെയും വിക്കാണ് ക്ലോസ് ചെയ്തത്. വിഗ്. അതെ. വിഗ്, വിക്ക്. അതെ. ഓക്കെ, വിഗ് വേറെ. ഉം. ലോവർ ഹൈ ഇത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ വിക്കാണ് വന്നത്. എന്റെ പേരും അതല്ല, വിക്കാണ് എനിക്ക് വന്നത്. അതേപോലെ തന്നെ ഇവിടെയും എന്താണ് വന്നത്? വിക്കാണ് വന്നത്. നമുക്ക് വ്യക്തമായിട്ട് സ്ട്രക്ചർ ചേഞ്ച് ആവണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ബോഡി ക്ലോസ് നടക്കണം. Body അതിന് close. മുമ്പായിട്ട് ഇവിടെ അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ അല്ലേ? ക്ലിയർ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? മൂവ്മെന്റ്സ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ. സ്ട്രക്ചർ ചേഞ്ച് ആയി. ഓക്കെ അല്ലേ? Okay Clear. ആണ്. കാര്യം ക്ലിയർ ആണോ? ക്ലിയർ. Yeah. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണോ? മനസ്സിലായി സാർ. പ്രത്യേകിച്ച് PDF കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ആ. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, സാറ് ഇപ്പൊ ലാസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ട് മാർക്കറ്റ് തിരിച്ച് അപ്പിലേക്ക് പോയി. പക്ഷെ വീണ്ടും താഴേക്ക് തന്നെയല്ലേ കണ്ടിന്യൂ ചെയ്തല്ലേ അതെ പോകുന്നത്? അതെ അതെ അതെ. അതായത് ബ്രോ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് സ്ട്രക്ചർ ചേഞ്ച് ആയി അല്ലേ? അതായത് ഇവിടെ വെച്ച് നമുക്ക് സ്ട്രക്ചർ ചേഞ്ച് ആയി. അതെ. അവിടെ അല്ല, Structure താഴെ താഴെ ആ, താഴെ ഇവിടെയാണോ? ഏറ്റവും താഴെ. അല്ല, ഇവിടെയാണോ? റെഡ് 2-3 റെഡ് ഇവിടെയാണോ ബ്രോ ഉദ്ദേശിച്ചത്? എന്നിട്ടാണല്ലോ ഒരു പമ്പ് വന്നേക്കണം. ഈ 3 ലോവർ റെഡ്. ലോ. ഈ ഒരു പോയിന്റ്. അവിടെ ബ്രേക്ക് ഓഫ് പിന്നെ അടുത്തത് ഇനി താഴേക്ക് തന്നെ അല്ലേ പോകണ്ട? ആ സ്ട്രക്ചർ കണ്ടിന്യൂ സ്ട്രക്ചർ അല്ലേ കണ്ടിന്യൂ പറഞ്ഞത്? ചെയ്യണ്ടേ? പക്ഷെ പകരം ഇവിടെ എന്താ സംഭവിച്ചത്? Buyers കൂടി ഇത് ലിക്വിഡ് trend മാറി. ഇതാണോ ലിക്വിഡേഷൻ ആണോ സംഭവിച്ചത്? അത് ലിക്വിഡേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അത് എനിക്കത് ഇപ്പൊ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒരുപാട് വിഗ്നേഴ്സ് ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് ശരി ഞാനിത് ശരി. ഓക്കെ, ഞാൻ ഇതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഞാൻ അവസാന ദിവസം ഞാൻ കുഴപ്പമില്ല പറഞ്ഞുതരാം.
നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ വേറൊരു എനിക്ക് കാര്യം തിരിച്ചങ്ങനെ പോയോണ്ട് ചോദിച്ചു. മനസ്സിലായി. പക്ഷെ ഇവിടെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഏരിയ. അതെ എനിക്ക് തോന്നുന്നു ആ റെസിസ്റ്റൻസ് ഏരിയ ഫ്രഷ് ഏരിയ എന്ന് തോന്നുന്നു അതെ, അല്ലെ? എക്സാക്ട്ലി. ആ ഫ്രഷ് ആ ഏരിയന്റെ പവർഫുൾനെസ് കണ്ടോ നിങ്ങള്? ഫ്രഷിൽ പോയിട്ട് ടച്ച് ചെയ്തു, വൺ ടാപ്പ് ചെയ്തു. വൺ ടാപ്പ് ചെയ്തു, പിന്നെ പറന്നിറങ്ങി. അതെ അതെ, ഫസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അത് അതെ ഭയങ്കര ടച്ച് പവർഫുൾനെസ് തന്നെ ആയിരിക്കും. ടച്ച് ചെയ്തു, നേരെ അതെ താഴേക്ക് ഇറങ്ങി. ഓക്കെ അല്ലേ? കാര്യങ്ങൾ ക്ലിയർ ആണോ? ആ, നിങ്ങൾ അതൊന്നും മനസ്സിൽ ഇപ്പൊ കരുതേണ്ട ആവശ്യമില്ല. അതെ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ആയി. ഓക്കെ അല്ലേ? ആ കാര്യം മാത്രം നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ കിട്ടി സാർ. ഒരു അപ് ട്രെൻഡില് ഹയർ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സാറേ ആയിട്ട് അത് വോയിസ് കിട്ടി. ആണോ? വോയിസ് വോയിസില്ല ആണോ? എന്റെ ഇല്ല പ്രശ്നമുണ്ടോ വോയിസ്? കുഴപ്പമില്ല, ഇല്ല കുഴപ്പമില്ല. വോയിസ് ഇടക്ക് ക്ലിയർ ബ്രേക്ക് ഉണ്ട്. ആവുന്നുണ്ട്. എനിക്കാണോ എല്ലാവർക്കും ആണോ? ആ അല്ല എനിക്ക് ക്ലിയർ കുഴപ്പമില്ല, ഉണ്ട്. ഞങ്ങൾക്ക് ക്ലിയറാ. ശരി എല്ലാവർക്കും ശരി. ഓക്കെ ആണോ? ഓക്കെ ആ ആണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ചിലപ്പോ PDF ഡിസ്കണക്ട് ആക്കിയിട്ട് കണക്ട് ആക്കി PDF ഇടാം ബ്രോ, ഇടാം. ഇതില് ഞാൻ എല്ലാ ടോപ്പിക്കും ഇതിനകത്ത് തന്നെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് ഇടാതിരിക്കുന്നത്. തുടർച്ചയായി കണ്ട, എല്ലാ ടോപ്പിക്കും അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള. തുടർച്ചയായ ഓക്കെ, അതായത് അപ് ട്രെൻഡ് BIS എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുടർച്ചയായി ഹയർ ഹൈകൾ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുന്നത്. ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ തുടർച്ചയായി ലോവർ ലോകൾ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുന്നത്. ഇത്ര മാത്രങ്ങൾ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂഷൻ ആണ്. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതിനെ ഇങ്ങനെ ഒരു പേരും കൂടെ ഇട്ട് വിളിക്കാറുണ്ട്, CHOCH. ഞാൻ വിളിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് വിളിക്കാറില്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, ഈ CHOCH എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ CHOCH എന്നുള്ള വേറെയാണ്, സോറി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഞാൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മൊമെന്റം ഷിഫ്റ്റ് അഥവാ CHOCH. ഓക്കെ അല്ലേ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിലോട്ട് വരട്ടെ. ആ സാർ ക്ലിയർ. ഓക്കെ, അടുത്തത് MS. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മൂവ്മെന്റ് ഷിഫ്റ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ CHOCH എന്നൊക്കെ വിളിക്കാം, എന്ത് പേരിട്ടും വിളിക്കാം. ഓക്കെ അല്ലേ? നമുക്കൊരു ഇങ്ങനെ തന്നെ അങ്ങ് പഠിക്കാം, PDF വേണ്ട. ഇതല്ലേ ഇച്ചിരി കൂടെ നല്ലത്, PDF വെച്ച് പഠിക്കാനായിട്ടല്ലേ ഇതല്ലേ? അതെ അതെ അതെ. ഓക്കെ ചാർട്ടിൽ കാണിക്കുന്നതാണ് നല്ലത്. ഓക്കെ 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 ഇവിടെ എല്ലാം നിങ്ങൾക്കറിയാം. ഈ ഹയർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. ഇവിടുത്തെ ഹയർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. ഇവിടെ ഒരു അടുത്തൊരു ഹയർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് നടന്നു? വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. ഇവിടെ എല്ലാം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ നടന്നേ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? അതായത് ഇവിടെ എന്തിനെ ബ്രേക്ക് ചെയ്തു? എന്തിനെ ബ്രേക്ക് ചെയ്തു? ഹയർ മാർക്കറ്റ് ബ്രേക്ക്. ഹയർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ അല്ലേ? എന്നാൽ ഈ ഒരു പോയിന്റിൽ വെച്ച് എന്താ സംഭവിച്ചേ? ഹയർ ലോയെ ബ്രേക്ക് ചെയ്തു. ശരിയല്ലേ? ആ ഹയർ ലോയെ അപ് ട്രെൻഡ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യുന്നതിനെ നമ്മളൊരു കോമൺ പേരിട്ട് വിളിക്കും MS, മൂവ്മെന്റ് ഷിഫ്റ്റ്. മൂവ്മെന്റ് ഷിഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചർ അവിടെ നിന്ന് ചേഞ്ച് ആയി. അതായത് അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് സ്വിച്ച് ആയി എന്നുള്ളതാണ് അത് സൂചിപ്പിക്കണേ. അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ പോയ മാർക്കറ്റ് എന്തിലേക്ക് സ്വിച്ച് ആയി എന്നുള്ളത് അപ് ട്രെൻഡിലേക്ക് സ്വിച്ച് ആയി എന്നുള്ളതാണ്. അപ്പൊ ഇതിനെയാണ്, അതെ, ഹയർ ബ്രേക്ക് ചെയ്യുന്നതിന് അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഹയർ ബ്രേക്ക് ചെയ്യുന്നതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും, അതേപോലെ തന്നെ ഹയർ ലോയെ ബ്രേക്ക് ചെയ്യുന്നതിന് എന്തും വിളിക്കും? മൊമെന്റം ഷിഫ്റ്റ് അഥവാ MS എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഹെഡ് ആൻഡ് ഷോൾഡർ ഇത് തന്നെയാണ് സാറേ? കേട്ടില്ല. ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ പാറ്റേൺ ആണ് ബ്രോ. ഞാൻ പറഞ്ഞല്ലേ, നമ്മള് പാറ്റേൺ ബേസ്ഡ് ട്രേഡർ അല്ല, ഞാൻ കംപ്ലീറ്റ്ലി അതിനെതിരുള്ള ആളാണ്. സാർ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ MSS അതന്നെ സെയിം തന്നെയല്ലേ? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ICT കോൺസെപ്റ്റ് വേർഡ് ആണ്, MSS എന്ന് പറയും. അത് നമ്മൾ ഇന്ന് ഞാൻ അത് പറഞ്ഞുതരാം. ഞാൻ അതും കൂടെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ലോവർ ലോയെ കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ അതിന് എന്തെന്ന് വിളിക്കും? നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് വിളിക്കും. ഇതെല്ലാം ഓരോരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുകളാണ്. എന്നിട്ട് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ലോവർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അത് എന്തായി മാറും? MS MS ആയി മാറും. മൊമെന്റം.
മൊമെന്റം ഷിഫ്റ്റ്, അതായത് ഡൗൺ ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് ഏതിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സൂചന. അപ് ട്രെൻഡിലേക്ക് Uptrend. മാറുന്നു. സെല്ലേഴ്സിന്റെ പവർ കുറയുന്നു, ബയ്യേഴ്സിന്റെ പവർ കൂടുന്നു. ഇവിടെ ബയ്യേഴ്സിന്റെ പവർ കുറയുന്നു, സെല്ലേഴ്സിന്റെ പവർ കൂടുന്നു. ഓക്കെ ആണോ? കാര്യം ക്ലിയർ ആണോ? Clear. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പഠിച്ച സാധനമാണ്. അതിനെല്ലാം ഓരോ ഓമനപ്പേരിട്ട് വിളിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ഒരു ബിഒസിന്റെ മേലെ ക്ലോസ് കിട്ടിയാൽ മതിയോ? ഒരു ബിഒഎസിന്റെ മുകളിൽ ക്ലോസ് കിട്ടിയാൽ മതിയോ? ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അങ്ങനെയല്ല. ബിഒഎസ് എന്ന് പറയുന്നത് നമ്മൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു എന്ന് നമ്മളെ ബലപ്പിക്കുന്ന കാര്യമാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അതായത് നമുക്ക് ഈ ഹയർ ഹൈകളെല്ലാം ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എന്തായി, ഇത് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോവുക എന്നുള്ള കണ്ടിന്യൂവേഷൻ നമുക്ക് ഒരു ഉറപ്പ് വരുത്തില്ല നമ്മൾ ചെയ്യണേ, അല്ലേ? അതെ 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 പക്ഷേ അതെ. ഈ ഒരു അവിടെ എല്ലാം ബ്രോ നോക്കിയേ, ഇവിടെ എല്ലാം ഈ ഹയർ ലോ എല്ലാം സേഫ് ആയിട്ടിരിക്കുക, അങ്ങോട്ടൊന്നും പ്രൈസ് റീഡ് ആവണില്ല. ഇവിടെ എന്ത് സംഭവിച്ചു? ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ ഈ അപ് ട്രെൻഡ് മാർക്കറ്റ് എന്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്, ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഹയർ ലോ ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപ് ട്രെൻഡ് മാർക്കറ്റിൽ MS എന്ന് പറയുന്നത്. അതായത് ഈ സിംപ്ലി പറഞ്ഞാൽ സ്ട്രക്ചർ അവിടെ ചേഞ്ച് ആവുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും ചാറ്റിലൊന്നും എല്ലാവരും ഒന്ന് പറയണേ. കുറച്ച് പേര് പറയണുള്ളൂ. Sir. Clear. ഓക്കെ ഓക്കെ ഫൈൻ. നമുക്കെന്നാ സമയം കളയണ്ട, ചാറ്റിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ അല്ലേ? ഈ ഒരു പോയിന്റ് എന്ത് പോയിന്റ് ആണ്? ഹൈ ആണ്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. ഇതൊരു ലോ പോയിന്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും പറ്റും. കാരണം രണ്ട് ക്യാൻഡിൽ രണ്ട് ക്യാൻഡിൽ, 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് എന്നുള്ളത് വന്നത് കൊണ്ട് ഇതപ്പോ എന്താണ്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണോ MS ആണോ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ നിങ്ങൾ. എനിക്ക് ഒന്നുകൂടെ പറയുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടിരിക്കരുത്. ഓക്കെ ആണോ എല്ലാവർക്കും? ഒരു ബലയില്ലല്ലോ. ഓക്കെ. അപ്പൊ ഓക്കെ. ഇത് ഹൈ എന്തൊരു ചോദിച്ചോ? ഓക്കെ, ഇത് ഹൈ ദെൻ ലോ. ഇവിടെ 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് നടന്നുകൊണ്ട് നമ്മൾ ഇതിന് വാലിഡ് ആയിട്ടുള്ള ഒരു ലോ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അവിടെ ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ അവിടെ ലോ വന്നല്ലോ, ഈ ലോ ലോ അപ്പോ അതിനുശേഷം ഒരു ഒരു ഹൈ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ആ ക്യാൻഡിൽ അവിടെ ഇല്ല നിൽക്കുക, തൊട്ടടുത്ത ക്യാൻഡിൽ അവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ അത് 2 ക്യാൻഡിൽ ആയിട്ട് എടുക്കാൻ കഴിയുമോ? കൺസിഡർ ചെയ്യാം. അത് റെഡ് ക്യാൻഡിൽ ആണ്. റെഡ് ക്യാൻഡിൽ ആണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് നോക്കാം, ഇത് ബൈയിങ് ക്യാൻഡിൽ ആണോ സെല്ലിംഗ് ക്യാൻഡിൽ ആണോ? ബൈയിങ് ക്യാൻഡിൽ അല്ലേ? ബൈയിങ് ക്യാൻഡിൽ ആണ്. ഒരു റിട്രേസ്മെന്റ്, ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ റിട്രേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബൈയിങ് പവർ അല്ലേ? അപ്പോൾ ഈ ഒരു ക്യാൻഡിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, കളർ അവിടെ മാറ്റർ അല്ല. അത് 2 ക്യാൻഡിൽ ആയിട്ട് എടുക്കാം ഉറപ്പായിട്ടും. കാരണം എന്തുകൊണ്ട്? ഇതൊരു ബൈയിങ് ക്യാൻഡിൽ ആയതുകൊണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കുന്നു. ആ സമയത്തുണ്ടായ ലോവർ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കണേ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ വിക്ക് മാത്രമേ ബ്രേക്ക് ആക്കിയിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടില്ല. എന്നിട്ട് അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് താഴേക്ക് പോകുന്നു. വീണ്ടും ഒരു ലോവർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ശരിയല്ലേ? ഇപ്പോ പറഞ്ഞ ഈ ലോവർ ലോ, ഇതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ലോവർ ഹൈ ഏതായിരിക്കും നമ്മൾ എടുക്കുക? ഈ പോയിന്റ് ലോവർ, പക്ഷെ അത് തൊട്ട് മുന്നത്തെ ലോവർ ഹൈക്ക് മുകളിലാണ്. പക്ഷെ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ഈ ഒരു പോയിന്റ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ലോജിക്കലി അത് ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സിനാരിയോ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുന്നതാണ് നല്ലത്. ലോവർ ഹൈക്ക് മുകളിൽ പോയില്ല. ഈ ഒരു ലോവർ ഹൈക്ക് മുകളിലല്ലേ? മാർക്കറ്റ് ലോവർ ഹൈക്ക് മുകളിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു പോയിന്റും കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യാണ്. ആ ലോവർ ഹൈക്ക് മുകളിൽ പോയ പോയിന്റിനെ വിത്ത് ബോഡി ക്ലോസോട് കൂടി ബ്രേക്ക് ചെയ്യണം.
എങ്കിലേ എനിക്ക് അവിടെ സ്ട്രക്ചർ ചേഞ്ച് ആവുള്ളൂ. ഇവിടെ ആ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഞാൻ ഈ ഒരു ലോവർ ഹൈ ആയിട്ട് ഈ ഒരു പോയിന്റിനെ എടുക്കാൻ കാരണം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ ആയതുകൊണ്ടാണ്. ഉം, ഉം. ഓക്കെ അല്ലേ? ഇതിൽ ഓ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. ഇതിലൊറ്റ ആ കാര്യം ചിന്തിക്കുക, ഈ ഒരു കാര്യത്തിന് ഈ ഒരു ലോവർ ഹൈക്ക് മുകളിൽ ബോഡി ക്ലോസ് കിട്ടിയാൽ അവിടെ സ്ട്രക്ചർ ചേഞ്ച് നടക്കും. അതർവൈസ് അവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ ഓക്കെ അല്ലേ? ആ ഇതേ കണക്ക് വിക്ക് വന്നു കഴിഞ്ഞാലും ബ്രോ ആ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്താൽ മതി. ആ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ക്ലിയർ. ഇവിടെ വീണ്ടും എന്ത് സംഭവിച്ചു? ബ്രേക്ക് ഓഫ് വീണ്ടും സ്ട്രക്ചർ. ബ്രേക്ക് ഓഫ് ബ്രേക്ക് സ്ട്രക്ചർ ഓഫ് നടന്നു. സ്ട്രക്ചർ മാർക്കറ്റ് താഴേക്ക് വീണു. ഇവിടെ റിട്രേസ്മെന്റ് കിട്ടും. ഇത് റിട്രേസ്മെന്റ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല സിംഗിൾ ക്യാൻഡിലാണ് സിംഗിൾ ക്യാൻഡിൽ. സിംഗിൾ ക്യാൻഡിലാണ്. അപ്പൊ നമുക്ക് നേരെ താഴേക്ക് വരാം. ഇവിടെ ഇവിടെ പറ്റും ഇവിടെ ഇവിടെ പറ്റും. ഓക്കെ ഓക്കെ. ഇവിടെ വെച്ച് വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ ഇവിടെ ഞാൻ ഒരു ലോവർ ഹൈ ആയിട്ട് ഇതിനെ കാണണോ അതോ ഇതിനെ കാണണോ? മേലെ അതന്നെ ഇപ്പൊ വെച്ച് സെക്കൻഡ് വൺ. ഈ ഒരു പോയിന്റ് അല്ലേ എന്റെ ലോവർ ഹൈ? അതെ. അതെ അതെ ഇതാണ് ലോവർ ഹൈ. ഓക്കെ അല്ലേ? ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ നിങ്ങൾ നോക്കിയാൽ മതി. വീണ്ടും മാർക്കറ്റ് നേരെ താഴേക്ക് ഇറങ്ങി. ഇതായിരുന്നു ആ പോയിന്റ് അല്ലേ? അടുത്ത ലോവർ ലോ. ഇതിനടുത്ത ബ്രേക്ക് ചെയ്താലാണ് അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി മാറുക. ശരിയല്ലേ? അതെ. നമുക്കത് അറിയാവുന്ന ഞാൻ സ്പീഡിൽ പറഞ്ഞോളാം. ഇതെന്താണ്? ഇതും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ. ഇവിടെ എന്താ സംഭവിച്ചത്? പുതിയൊരു സ്ട്രക്ചർ ചേഞ്ച് ആവുകയാണോ ചെയ്തത്? ലോവർ ഹൈ അങ്ങ് ബ്രേക്ക് ചെയ്യുകയാണോ ചെയ്തത്? നോക്കിയിട്ട് സ്ട്രക്ചർ പറ. ചേഞ്ച്. സ്ട്രക്ചർ ചേഞ്ച്. എല്ലാവർക്കും അത് തന്നെയാണ് അഭിപ്രായം? വേറെ എന്തെങ്കിലും അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? സ്ട്രക്ചർ ചേഞ്ച് ആണ് ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്യണം അല്ലേ? ബ്രേക്ക് ചെയ്യണ്ടേ? ആ ബ്രേക്ക് ആയോ? ആയിട്ടുണ്ട്. ഈ ഒരു BOS വരുന്നതിന് മുമ്പ് ഇവിടെ ലോവർ ഹൈ ബ്രേക്ക് ആയില്ലേ? ക്ലിയർ ആണോ? ഉം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സാർ അപ്പൊ താഴെ വരുന്ന അതിലോ എടുക്കാൻ ഈ പറ്റില്ല, താഴെ ഈ- വരുന്ന ഐ. ഇതാണോ? അതെ. ആ അത് നമ്മൾ അടുത്ത പഠിക്കാൻ വന്നൊരു ടോപ്പിക്കാണ്. നമ്മളിവിടെ ഇവിടെ മേജർ താഴെ BOS ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഏറ്റവും താഴെ അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടില്ല. ആയിട്ടില്ലല്ലോ. ആയിട്ടില്ല. ഞാൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോ ചെയ്തിട്ടതാ. ഓക്കെ. ഈ BOS നടന്നാൽ നമുക്കറിയാം ഡൗൺ ട്രെൻഡ് താഴേക്ക് കണ്ടിന്യൂ ചെയ്യപ്പെടാൻ പോവുകയാണെന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടി. ഓക്കെ. ബ്രോ പറഞ്ഞ ഈ ചോദ്യം ഇന്ന് ക്ലാസ് തീരുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ആൻസർ ഞാൻ തരാം കേട്ടോ. ആ ഒരു കാരണം ക്യാൻഡൽ ഒന്ന് ഇറേസ് ആക്കിയിട്ട് കാണിച്ചാല് ക്ലിയർ ആവുന്നല്ലേ? ഓക്കെ സോറി. ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സ്ട്രക്ചർ അല്ലേ? ഈ ലോവർ ഹൈ പോയിന്റ് ഇതാണ്. അതേപോലെ തന്നെ ലോവർ ലോ പോയിന്റ് ഇതാണ് അല്ലേ? ഒന്നെങ്കിൽ ഈ അതെ. ലോവർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അതിനർത്ഥം എന്താണ്? ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണെന്ന് മനസ്സിലാവും. അതായത് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ആവും. ശരിയല്ലേ? ഇനി അതല്ല, ശരി. ഈ ലോവർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വിത്ത് ബോഡി ക്ലോസോട് കൂടി ബ്രേക്ക് ചെയ്താൽ അവിടെ എന്താകും എന്നുള്ളതാണ് അർത്ഥം. ഒരു മൂവ്മെന്റ് ഷിഫ്റ്റ് നടക്കും എന്നുള്ളതല്ലേ അർത്ഥം? അതെ. ഓക്കെ അല്ലേ? ക്ലിയർ. ഇവിടെ എന്താ നടക്കണേ നോക്കാം. ബ്രോ പറഞ്ഞ ചോദ്യം ഈ ഒരു സ്ട്രക്ചർ എടുക്കാൻ പറ്റൂലേ എന്നുള്ളതാണ് ബ്രോ ചോദിച്ച ചോദ്യം. അതിന് ഞാൻ അതെ അതെ. ഓക്കെ അടുത്ത ടോപ്പിക് ഏതാണ് ഞാൻ അപ്പോൾ ഡിസ്കസ് ചെയ്യാതെ. ഓക്കെ. അത് സത്യം ICT കോൺസെപ്റ്റ് ആണ്. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടതാണ്. ഓക്കെ ഓക്കെ. ഇവിടെ വെച്ച് എന്താ സംഭവിച്ചത്? ഒരു മൂവ്മെന്റ് ഷിഫ്റ്റ് ആണ് ഇവിടെ നടന്നത്. ശരിയല്ലേ? അതെ. ഒരു മൂവ്മെന്റ് ഷിഫ്റ്റ് ആണ് നടന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ഏതായിരിക്കും നമ്മൾ ലോ ആയിട്ട് എടുക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇത് കൺഫ്യൂസ്ഡ് ആവില്ല. ആ BOSന്റെ മാർക്കാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതാണ് അഭിപ്രായം? അതന്നെ, അത് ലോവസ്റ്റ് പോയിന്റ് തന്നെ ഉള്ളത്. രണ്ടാമത് എന്റെ വരുന്ന അഭിപ്രായം. ഒരാൾ പറയണു ഇതാന്ന് പറയണു. ഒരു ബ്രോ പറയണു ഇതാന്ന് പറയണു. വേറെ എന്തെങ്കിലും ഉണ്ടോ? താഴത്തെ ഈ ഫസ്റ്റ് സെക്കൻഡ് എന്താ അഭിപ്രായം? സെക്കൻഡ്. ഓക്കെ. ഫസ്റ്റ് എല്ലാവർക്കും അതന്നെ. എല്ലാവരും സെക്കൻഡ് നിങ്ങൾ ഉദ്ദേശിച്ചതല്ലേ? അതെ. താഴത്തെ ഓക്കെ. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ നിന്ന് പറയുന്നു. ഒന്ന് മൂന്നാമത്തത്. ആ 3 വിക്കിലെ ഫസ്റ്റത്തെ വിക്ക്. 3 വിക്കിലെ ഫസ്റ്റത്തേക്ക് ഇത് ഇവിടെയാണോ? ഇതോ? അല്ല, ഏറ്റവും താഴെ ഇത് പവർ. അതല്ല ആ സാറ് കാണിച്ചില്ലേ?
ഒരു ബേസ് ക്യാൻഡിൽ ഓ ഒരു റെഡ് ഇതിലെയാണ് ഇതിലേതാ അതില് ലാസ്റ്റ് അത് ഇതിലല്ല. ലാസ്റ്റ് ഓക്കെ, ഇത് പറയണം. നമ്മുടെ കൂട്ടടി കിടക്കും. ഓക്കെ, അപ്പോ കുറെ പേര് ഇത് പറയണു, കുറെ പേര് ഇത് പറയണു, കുറെ പേര് ഇത് പറയണം. ഓക്കെ ഫൈൻ. ഏറ്റവും അടിയിലത്തെ ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മളത് ഞാനും ഓക്കെ, നമ്മളെ കറന്റ്ലി പഠിച്ച സിനാരിയോകൾ വെച്ച്, കറന്റ്ലി നമ്മൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റുകൾ വെച്ച് ഇത് തന്നെയാണ് ശരി. ഓക്കെ, ഇത് സെക്കൻഡ് പറഞ്ഞവര് അത് പറഞ്ഞതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിൽ തെറ്റില്ല, അത് ശരിയാണ്. നിങ്ങൾ ആ മനസ്സിലാക്കി വെച്ചിടത്തോളം ഉള്ള ലോജിക്ക് വെച്ചിട്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതൊരിക്കലും അല്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇത് വളരെ നമ്മളിപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയെടുത്തോളം വെച്ചിട്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കിയവർ എനിക്ക് തോന്നുന്നു കുറച്ച് ട്രേഡിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അത് ഞാൻ പറയാം. ഇന്ന് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുത്തോളം വെച്ചിട്ട് നമ്മൾ ഇതായിരുന്നു നമ്മളുടെ എന്തെന്ന് പറയുന്നത് ലോ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ആയിരുന്നു നമ്മളുടെ ഹൈ പോയിന്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അതെ. ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും അവിടെ എന്ത് സംഭവിക്കും? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സാറേ അയ്യോ, നമുക്ക് ഈ ലോ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓക്കെ, ഏറ്റവും താഴത്തെ ഇതാണ് ഉദ്ദേശിച്ചത്. ഏറ്റവും താഴെയുള്ള ലോഗോ കൺഫേം ചെയ്തിട്ട് ലോ മാർക്ക് ചെയ്തല്ലോ. ഈ ലോ ഈ ലോ അത് കഴിഞ്ഞിട്ടുള്ള ഹയർ ലോ വരുന്നത് ഇതല്ലേ? ഏതാ? തൊട്ട് മുകളില് ഇതോ? ഇതല്ലേ അടുത്തൊരു ഹയർ ലോ വരിക? ഇതല്ലേ ഹയർ ലോ അടുത്ത് വരിക എന്നാണ് ബ്രോ ഉദ്ദേശിച്ചത്? ലോവർ ആയല്ല അത് വരേണ്ടത്, അഥവാ ബ്രേക്ക് ആയാലും. ഓക്കെ, ബ്രോ ഒന്ന് ഉദ്ദേശിച്ചു നോക്കിയേ. ഹയർ ഇതായിരുന്നു ലോ അല്ല ലോവർ ലോ. ഓക്കെ, ഇതല്ലേ വരേണ്ടത്? മനസ്സിലായി. അതായത് ഇതൊരു ലോവർ ഹൈ പോയിന്റ് ആണോ? ഞാനത് നോട്ടീസ് എന്ന് ലോവർ ഹൈ ലോവർ ഹൈ അടുത്ത ലോവർ ഹൈ വരേണ്ടത് ഇവിടെ അല്ലേ? കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ലോവർ ഹൈ പോയിന്റ് അല്ലേ? അതെ. ഇപ്പൊ കറന്റ് ഉള്ള സിനാരി വെച്ച് ഇതൊരു ലോവർ ലോ പോയിന്റ് ആണോ? അതിൽ ഡൗട്ട് ഉണ്ടോ? ലോവർ ലോ ആണ്. ഓക്കെ, ഇതൊരു ലോവർ ഹൈ ആവണമെങ്കിൽ ബ്രോ പറഞ്ഞതുപോലെ ഇതൊരു ലോവർ ഹൈ ആവണമെങ്കിൽ ഇത് ലോവർ ഹൈ ആണെന്ന് ഉറപ്പിക്കണം. എങ്ങനെ എന്ത് സംഭവിക്കണം? ഈ ലോവർ ലോയെ ബ്രേക്ക് ചെയ്യണ്ടേ? ഇത് എനിക്കൊരു ഹൈ പോയിന്റ് ആണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണമെങ്കിൽ ഇതിന് മുകളിലേക്ക് ഇനി പ്രൈസ് പോകാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യാണ്, ഇവിടെ കട്ട് ചെയ്യുക. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 2 കാലിലൂടെ വരട്ടെ. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ലോവർ ഹൈ പോയിന്റ് ഏതാ? ഇതാണ്. ശരിയല്ലേ? ഇത് ലോവർ ഹൈ ആണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഇതിന് മുകളിലേക്ക് ഇനി പ്രൈസ് പോകാൻ പാടില്ല. എങ്കിലല്ലേ എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും എന്ത് സംഭവിച്ചു? അതിന്റെ മുകളിൽ പ്രൈസ് പോയി. അപ്പൊ ഇതായി ലോവർ ഹൈ. ശരിയായോ? ഇനി വീണ്ടും നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് എന്ത് കിട്ടണം? ഈ ഒരു ലോവർ ഹൈ വന്നതിന് ശേഷം ഈ ലോവറിലേക്ക് താഴെ ബോഡി ക്ലോസ് കിട്ടണം. ഇവിടെ അത് സംഭവിച്ചോ? ഇല്ല. ഇവിടെ എന്ത് സംഭവിച്ചു? നേരെ മാർക്കറ്റ് മുകളിൽ പോയി അല്ലേ? മാർക്കറ്റ് മുകളിൽ പോണത് മാത്രമല്ല ലോവർ ഹൈക്ക് മുകളിൽ ബോഡി ക്ലോസും വെച്ചു. ഇപ്പൊ മനസ്സിലായോ? ക്ലാരിറ്റി കിട്ടിയോ? ഓക്കെ, ഈ ലോവറിൽ വന്നു, ഇവിടെ MS കിട്ടി. MS കിട്ടിയതിന് ശേഷം നമ്മളുടെ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ലോവസ്റ്റ് പോയിന്റ്, അതായത് ലോ പോയിന്റ്, ഹൈ പോയിന്റ്. ഓക്കെ, ഇനി ഇതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ നമുക്ക് മനസ്സിലായി അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടാൻ പോവാണെന്ന്. ഇവിടെ 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് കിട്ടിയോ? അതും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കൊരു ഓക്കെ, ഇതേ സെയിം കോൺസെപ്റ്റ് ആണ് എനിക്ക് ഇവിടെ നേരത്തെ ബ്രോ പറഞ്ഞതുപോലെ. ഓക്കെ, ഇതൊരു ലോ പോയിന്റ് ആണ് അല്ലെങ്കിൽ ഇതൊരു ഹയർ ലോ ആണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ എനിക്ക് പറ്റില്ല ഇപ്പോഴും. ഇത് ഹയർ ലോ ആണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ ഇതിന് താഴേക്ക് പ്രൈസ് പോകാൻ പാടില്ല. ശരിയല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വീണ്ടും താഴേക്ക് പ്രൈസ് താഴെ പോയി. അങ്ങനെ വരുമ്പോൾ എന്റെ വീണ്ടും ഹയർ ലോ ഈ പോയിന്റ്. ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അപ്പൊ വീണ്ടും ഈ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹയർ ലോ ആണ്. ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ ആരാണെങ്കിലും? ഓക്കെ, അപ്പോ എന്ത് സംഭവിച്ചത്? ഇതല്ലേ ഇപ്പൊ കറന്റ് ഉള്ള ഹയർ ലോ? അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടുന്ന എപ്പോഴാണ്? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കുമ്പോഴാണ്. ഓക്കെ അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? വീണ്ടും ഹയർ ലോ ബ്രേക്ക് ആയി. ഓക്കെ അല്ലേ? നോക്കാം. ഇത് എന്ത് മാർക്കറ്റാണ്?
സൈഡ് വേസ് വേസ് കൺസോളിഡേഷൻ. സൈഡ് വേസ് മാർക്കറ്റ്. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ട്രേഡ് ട്രേഡ് ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുക. എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇവിടെ വെച്ച് വീണ്ടും എന്താ സംഭവിച്ചത്? വീണ്ടും അങ്ങ് സ്ട്രക്ചർ ബ്രേക്ക് ചേഞ്ച് ഓഫ് ആയി. സ്ട്രക്ചർ. സൈക്കോ സ്ട്രക്ചർ ആണോ സ്ട്രക്ചർ ചേഞ്ച് ആയോ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. Structure ഓ change. സോറി, സ്ട്രക്ചർ ചേഞ്ച്. സ്ട്രക്ചർ ചേഞ്ച് ആയില്ലേ? ഇതല്ലായിരുന്നു. ബി എസ് ആണോ എം എസ് ആണോ? എം എസ്. എം എസ്. കാരണം എന്തായിരുന്നു? ഇതായിരുന്നു നമ്മളുടെ ലോവസ്റ്റ്. കേട്ടില്ല. സപ്പോർട്ട് ബ്രേക്ക് ആയി ആയിട്ട് മതി. അതെ എക്സാക്ട്ലി. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതായിരുന്നു നമ്മളുടെ സപ്പോർട്ട് ഏരിയ. ശരിയല്ലേ? അതെ, റെസിസ്റ്റൻസ് ആയി. ഓക്കെ അല്ലേ? ക്ലിയർ. ഓക്കെ. ഓൾസോ അവിടെ ഒരു എം എസ് കടന്ന് വീണ്ടും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടാൻ പോവാന്നുള്ളത്. ഇങ്ങനെയാണ് അത് നമ്മൾ ചാർട്ടിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ കാര്യങ്ങൾ? ആ സർ. ഓക്കെ അല്ലേ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നതൊന്നും നോക്കൂല. അതാ ഞാൻ പറഞ്ഞത്. അതാ പറയാൻ പോണേ. ഇത്ര ഓക്കെ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും? ആ ഓക്കെ. ഈ അടുത്ത പറഞ്ഞ ടോപ്പിക്ക് SMC-യിൽ ഉള്ള ടോപ്പിക് അല്ല, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ ആഡ് ഓൺ ചെയ്തത്. ഇതൊരു ICT ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിന്റെ പേരാണ് MSS, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. മറ്റേത് മൊമെന്റ് ഷിഫ്റ്റ്, ഇത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ സാർ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഏത് ഇതില് വരും? MS ആണ്. സെയിം അല്ല, SMC-യിൽ വരുന്നത് തന്നെ ചേഞ്ച്. അതെ ഓക്കെ. ഓക്കെ. ഈ ഒരു ചാർട്ട് ഓക്കെ അല്ലേ? നമ്മളുടെ ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ മാർക്ക് ചെയ്യാം. ഹൈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇതെന്ത് പോയിന്റ് ആണ്? ലോ പോയിന്റ് ആണ്. ലോ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്ത് മാർക്കറ്റാണ്? ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്. ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്. ഓക്കെ. മാർക്കറ്റ് താഴേക്ക് വരുന്ന അതിനകത്ത് സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ ഫൈൻ. ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്. ഇതിൽ നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു MS ആയിട്ട് കരുതണമെങ്കിൽ ഈ ഹൈയെ ബ്രേക്ക് ചെയ്യണ്ടേ? ഉറപ്പല്ലേ? മുകളിലെ ശക്തി പോരാ. ഒരു മിനിറ്റ് സാർ, ഒന്നും കൂടി നോക്കാം. ഓക്കെ. അതായത് ഇവിടെ ഓക്കെ, ഇവിടെ ഞാൻ അതത് ഉദ്ദേശിച്ചത്, ഇവിടെ MS ആയിട്ട് നമ്മളൊരു പോയിന്റ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഈ ഒരു ഇതിൽ നിന്ന് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നിന്ന് എനിക്കിത് അപ് ട്രെൻഡ് ആണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ എനിക്ക് ഇതിന് മുകളിൽ ക്ലോസ് വേണ്ടേ? അങ്ങനല്ലേ? അതാവുമ്പോഴല്ലേ മൊമെന്റ് ഷിഫ്റ്റ് ആവുള്ളൂ. ഓക്കെ അല്ലേ? ഇനിയിപ്പോ അതല്ല, ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോയി ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് അതൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അതായത് നമ്മൾ സിംപ്ലി പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചാൽ, ഇവിടെ വന്നാൽ ഇത് ഇങ്ങനെ സംഭവിച്ചാൽ അതെന്തായി? MS ആയി. എന്നാൽ ഇങ്ങനെ സംഭവിച്ചാൽ അതെന്തായി? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. ഓക്കെ. ഇത്തരം കാര്യം ഒക്കെ ആണല്ലോ. ഇനി ആ ചെറിയൊരു കാര്യം ഒരു ഇച്ചിരി കൂടെ ഒരു പൊടിയും കൂടെ ഇടാൻ പോവാണ്. ഇവിടെ ഒരു ഇന്റേണലി സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ടോ? ഇന്റേണലി സ്ട്രക്ചർ ചേഞ്ച് എന്നതുകൊണ്ട് ഞാൻ മീൻ ചെയ്തത് ഇതിനകത്തൊരു സ്ട്രക്ചർ ചേഞ്ച് നടന്നിട്ടുണ്ടോ? ഇല്ലേ? അതായത് ഇവിടെ വെച്ചൊരു സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടില്ലേ? ഇല്ലേ? ഇവിടെ വെച്ചൊരു സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ICT-യിൽ MSS എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വലിയ സ്ട്രക്ചറിനകത്ത് ഇന്റേണലി ഉണ്ടാകുന്ന സ്ട്രക്ചർ ചേഞ്ചുകളെയാണ് MSS എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായി? എന്തൊക്കെ ഓക്കെ ആണ്? അതായത് ഇതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ എവിടെയോ ഉണ്ടായല്ലോ, ഇവിടെ വന്നു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ശരിയല്ലേ? അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്കത് MS ആണെന്നറിയാം. ഓക്കെ. അതായത് ഒരു അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് സ്വിച്ച് ആവുന്നു എന്നുള്ളൊരു മീനിങ് നമുക്കുണ്ട്. അതല്ലെങ്കിൽ ഇതിന് താഴെ പോകണം. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയാൽ മാർക്കറ്റ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ ഇവിടെ അത് രണ്ടും കിട്ടിയിട്ടില്ല. പകരം ഇവിടെ എന്ത് സംഭവിച്ചു?
പകരം ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു റിട്രേസ്മെന്റ് നടന്നു. അതിന്റെ ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാ, ശരിയല്ലേ? അതെ. നമുക്കത് ബ്രേക്ക് ആയിട്ടുണ്ടോ നോക്കാം. ഇവിടെ വെച്ച് എന്ത് കിട്ടി? ഇല്ല. ഒരു വ്യക്തമായിട്ടുള്ള Resistance. ബോഡി ക്ലോസ് ഇവിടെ കിട്ടി. അകത്ത് ഇപ്പൊ ഇന്റേണലി MSS എന്ന് സ്ട്രക്ചറിൽ പറയുന്ന കിട്ടി. ഇയർലി കൺഫർമേഷൻ ആണോ? എക്സാക്ട്ലി എക്സാക്ട്ലി. ഇവിടെ വെച്ച് നമുക്ക് എന്ത് കിട്ടി? MSS കിട്ടി. മനസ്സിലായോ? ഞാൻ മീൻ ചെയ്ത കാര്യം മനസ്സിലായോ? ആ സർ മനസ്സിലായി. അതായത് ഇതൊരു കൈൻഡ് ഓഫ് അഗ്രസീവ് എൻട്രി ആണ്. അതായത് ഏതാണ് കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് MS-ന് തന്നെയാണ്. ഓക്കെ, ഇതൊരു കൈൻഡ് ഓഫ് ഇച്ചിരൂടെ അഗ്രസീവ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇവിടെ നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഏതാണ്? ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലേ? അതെ. ഇവിടെ നിന്നുള്ള എൻട്രി പുഷ് ചെയ്യാം. മനസ്സിലായോ? അതേപോലെ തന്നെ സാർ നമുക്ക് അതിന് മുന്നേ കുറെ കൺഫർമേഷൻ ഇല്ലേ? ഏതിനു മുന്നേ? നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പാ? ആ MSS നടന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഒരു ഇൻവേർട്ടഡ് FPG ഇല്ലേ? അയ്യോ അതൊന്നും പറയണ്ട. ഓക്കെ, അതൊക്കെ അവിടെ കേട്ടെ. ഓക്കെ, അതുണ്ട്. ഇന്നൊന്ന് പേഴ്സണലി കണക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു സാധനം ഉണ്ട്, FPG ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ അത് പറയണില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വന്നു, ഇത് വെക്കണ്ടോ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ ഒരു ഇന്റേണലി ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് നമ്മളിവിടെ നോക്കിയത്, MSS ആണ് നോക്കിയത്. നിങ്ങൾ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിഗിനർ ഫേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ തന്നെയാണ്. ഓക്കെ അല്ലേ? ഇത് ഇച്ചിരി കൂടെ ഒക്കെ എക്സ്പീരിയൻസ് ആയി കാര്യങ്ങളുടെ മാർക്കറ്റിന്റെ ഒക്കെ പ്രൈസ് ഒക്കെ ഒന്ന് റീഡ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഓപ്പർച്യൂണിറ്റീസ് കണ്ട് ചെയ്യാം. ഇതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇത് ഇച്ചിരിയും കൂടെ മറ്റ് സേഫ് ആണ്, ഇത് ഇച്ചിരി കൂടെ അഗ്രസീവ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ. ബ്രേക്ക് ചെയ്തു, ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഞാൻ എൻട്രി കയറി. ഓക്കെ അല്ലേ? ഓക്കെ. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എനിക്ക് ക്ലിയർ. രണ്ടാമത് കാണിച്ചതിനകത്തുനിന്ന് എൻട്രി എടുക്കാനുള്ള ക്രൈറ്റീരിയയിൽ ഓർഡർ ബ്ലോക്കോ ബാക്കിയുള്ളതൊന്നും കാണിക്കുന്നില്ല. രണ്ടാമത് എടുത്ത ഇവിടുന്ന് ഞാൻ എൻട്രി എടുത്ത് എന്തുകൊണ്ടാണെന്നാണോ? നമ്മൾ പഠിച്ചത് വെച്ച് മാത്രമേ ഞാൻ പറയണേ. നമ്മൾ പഠിച്ചത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് ലാസ്റ്റ് ആയിട്ട് ഒരു ഹ്യൂജ് പുഷ് നടന്നിട്ടുണ്ട് ബയേഴ്സിന്റെ, ശരിയല്ലേ? അപ്പൊ ഈ ഒരു ഏരിയ ഞാൻ എന്താക്കി എടുത്തു? സപ്പോർട്ട് ആക്കി എടുത്തു. ആ സപ്പോർട്ടിൽ നിന്ന് റീടെസ്റ്റ് വന്നപ്പോ എൻട്രി കയറി. ഓക്കെ അല്ലേ? അപ്പോ ഇതാണ് MSS എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഇതാണ്. ക്ലിയർ ആണോ? കാര്യം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ ഇച്ചിരി MSS-നെ കണ്ടുപിടിക്കുന്നത് ഇച്ചിരി തൊല്ല പരിപാടിയാണ്. ഓക്കെ, MSS-നെ കണ്ടുപിടിക്കുന്നത് ഇച്ചിരി തൊല്ല പരിപാടിയാണ്. നോക്കട്ടെ. ഗോൾഡിന്റെ ചാർട്ട് നോക്കോ? അതില് അതെ, ഇവിടെ കിട്ടിയില്ല സാർ. ഞാൻ ഇവിടെ ഒന്നുണ്ടല്ലോ. നോക്കാം. ഇതായിരുന്നു ലോ പോയിന്റ്. ലോ പോയിന്റ്. ഇതായിരുന്നു ലോ പോയിന്റ് അല്ലേ? ഇതായിരുന്നു ഹൈ പോയിന്റ്, ശരിയല്ലേ? അതെ. ഓക്കെ, ഒന്നെങ്കിൽ ഇതിന് മുകളിൽ മാർക്കറ്റ് കിട്ടിയാൽ നമുക്ക് അതെന്തെന്ന് പറയാം? MS ആന്ന് പറയാം. ഇതിന് താഴെ മാർക്കറ്റ് വന്നാൽ ആ ട്രെൻഡ് എന്തിലേക്ക് മാറുന്നു എന്ന് പറയാം? ഡൗണിലേക്ക് മാറുന്നു എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്തൊരു ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു? റിട്രേസ്മെന്റ് നടക്കുന്നു. എന്നിട്ട് ഈ ഒരു ലോ വരെ പോയിന്റ് പോകുന്നു. ആ ലോയി ഞാൻ ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഇതുവരെ പുഷ് ചെയ്യുന്നു. ഇതുവരെ കട്ട് ചെയ്യാം. ഇതുവരെ പുഷ് ചെയ്യുന്നു, ശരിയല്ലേ? ചെയ്തതിനു ശേഷം വീണ്ടും 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് വരും. ഇത്ര ഓക്കെ ആണേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഇതിന് മുകളിൽ ഒരു സ്ട്രക്ചർ ക്ലോസ് നടന്നാൽ എനിക്ക് അതിനൊരു ഇന്റേണൽ സ്ട്രക്ചറായ MSS ആക്കി എടുത്തൂടെ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ എൻട്രി എടുക്കുന്നത് അത്ര സേഫ് ആണോ? അല്ല, അഗ്രസീവ് തന്നെയാണ്.
അഗ്രസീവ് എൻട്രി ശരിക്കും തന്നെയാണ്. പറഞ്ഞു ഒന്നുകിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു മേഖലയിൽ നിന്നിട്ട് നമ്മൾ ശരിക്കും എൻട്രി അങ്ങനെയല്ല, നോക്കുന്നത്. അങ്ങനെ മാത്രമല്ല, അതിന് പുറത്ത് അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതിൽ നമുക്ക് 1 by 1 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. MSS എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ തന്നെയാണ്. അതിൽ ഒരു സംശയവും വേണ്ട. MSS എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ തന്നെയാണ്. പക്ഷേ MSS എന്ന് പറയുന്നത് MS-നെ അപേക്ഷിച്ച് ഇച്ചിരി കൈൻഡ് ഓഫ് അഗ്രസീവ് ആണ്. അതാണ് ഉദ്ദേശം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഒരു ലോ വരുന്നത് ഒരു സപ്പോർട്ടഡ് ഏരിയ അല്ലേ? അതെ, ഉറപ്പായിട്ടും ഈ ഒരു ഏരിയ നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാം. ആ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഒരു MSS അല്ലേ കിട്ടുന്നത്? യെസ്, പെർഫെക്റ്റ്, അതാണ് കറക്റ്റ് ആണ്. അവിടുന്ന് നമുക്ക് വിത്ത് എന്ത് കിട്ടണം? ബോഡി ക്ലോസ് തന്നെ കിട്ടണം. കിട്ടിയോ? എൻട്രി പ്ലേസ് ചെയ്തൂടെ? പ്രൈസ് ചെയ്യാം. ഇവിടുന്ന് MSS കിട്ടി അല്ലേ? MSS കിട്ടിയ ഏറ്റവും നിയർ ബൈ ആയിട്ടുണ്ടായ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഇതല്ലേ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. ഡൗട്ട് എന്ന് വെച്ചാലേ നമുക്ക് ഇപ്പോ ഒരു വിക്കിന്റെ മേലിലല്ലേ ക്ലോസ് കിട്ടുക, പക്ഷെ വേറെ 2 വിക്ക് കഴിഞ്ഞിട്ട് ആ വിക്കിന്റെ അകത്തല്ലേ കിട്ടുന്നത്? ഇവിടെയാണോ ബ്രോ ഉദ്ദേശിച്ചേ? സാർ പഠിച്ചത് ബോഡി ക്ലോസ് വന്നിട്ടുണ്ട്. ബോഡി ക്ലോസ് ഇതാ, ബോഡി ക്ലോസ് വന്നേ ഇവിടെയാണോ? അല്ല, വിക്ക് കുഴപ്പമില്ല അല്ലെ? ഇല്ല, വിക്ക് ഞാൻ വിക്ക് എടുത്തിട്ടില്ലല്ലോ. ഇതാ ഈ വിക്ക് എടുത്തിട്ടില്ല, ഈ വിക്ക് എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ ബോഡി ക്ലോസിലാണ് ഡ്രോ ചെയ്ത് വരച്ചിട്ടുള്ളത്. കണ്ടോ? അല്ല, നമ്മൾ സാധാരണ സാർ ഫസ്റ്റ് ഒരു പോയിന്റ് വരച്ചല്ലേ, ആ പോയിന്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ BOS കണക്കാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനുശേഷം ഒരു വിക്ക് വന്ന് ആ ഏരിയ ടാപ്പ് ചെയ്തു, രണ്ടാമത് വിക്ക് വന്ന് ടാപ്പ് ചെയ്തു, മൂന്നാമതാണ് ബോഡി ക്ലോസ്. കൺസിഡർ ചെയ്യുന്നത് ബോഡി ക്ലോസ് കിട്ടുമ്പോഴാണ് കൺസിഡർ ചെയ്യണത്. ഓക്കെ. പക്ഷെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ വിക്ക് അത് വിഷയമല്ല. ഇല്ല, ആ വിക്ക് കിട്ടുമ്പോഴൊന്നും ഞാൻ ഇത് കൺഫർമേഷൻ ആക്കി എടുക്കൂല. എനിക്ക് ഈ ബോഡി കിട്ടുമ്പോൾ മാത്രമേ ഞാൻ കൺഫർമേഷൻ ആക്കി എടുക്കുള്ളൂ. ഇതൊക്കെ കിട്ടുമ്പോഴേ ഞാൻ അവിടെ നോക്കിയിരിക്കുള്ളൂ. ഇവിടെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമേ മാത്രമേ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ലോജിക്ക് തന്നെ. നമ്മൾ MSS ആണെങ്കിലും MS ആണെങ്കിലും BOS ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് വ്യക്തമായിട്ടുള്ള ബോഡി ക്ലോസ് വേണം. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് താഴേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ. അതായത് ബ്രോ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, അതായത് ഇവിടെ വിക്ക് വന്നില്ലേ, ഈ വിക്ക് ഒന്നുമല്ല, നമ്മൾ വ്യക്തമായിട്ടൊരു കൺഫർമേഷൻ എടുക്കുന്നത് ഇവിടെയല്ല, ഇവിടെയാണ് നമുക്ക് വ്യക്തമായിട്ടൊരു MSS കിട്ടുന്നത്. അതാ ഉദ്ദേശം. ഓക്കെ അല്ലേ? ഗ്രീൻ ക്യാൻഡിലാ ഈ ഒരു ക്യാൻഡിലാണ് കൺഫർമേഷൻ കിട്ടുന്നത്. അവിടെ അല്ലേ ബോഡി ക്ലോസ് കിട്ടുന്നത്? ബോഡി ക്ലോസ് അവിടെ കിട്ടുന്നുണ്ട്, അത് കൺഫർമേഷൻ. അതെ. പിന്നെ വരുന്നു സപ്പോർട്ട് മിറ്റിഗേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് മുകളിൽ പോകുന്നു. അപ്പൊ ഇതാണ് MSS എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച്, മൂവ്മെന്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം. അപ്പൊ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. MS എന്ന് പറയുന്നത് ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇതാണ്. MSS ആകുമ്പോൾ ഇച്ചിരി അഗ്രസീവ് ആണ്. രണ്ടും വ്യക്തമായിട്ടുള്ള ഒരു കൺഫർമേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ടിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ നാളെ അടുത്ത ക്ലാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOS നോക്കണം, MS നോക്കണം, MSS ഒന്ന് ഡ്രോ ചെയ്യാൻ നോക്കണം. പിന്നെ അതേപോലെ തന്നെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസിന്റെ ആ ഒരു കൺവേർഷനും കൂടെ നിങ്ങൾ ഡ്രോ ചെയ്യും. ഓക്കെ അല്ലേ? ചെയ്യില്ലേ? കേട്ടില്ല? MOS അല്ല, BOS, MS, MSS, സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസും റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്. നിങ്ങൾ ഈ ബേസ് തുടക്ക സമയത്ത് നിങ്ങൾ മാക്സിമം അതിനോട് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് പോണ പാത്ത് വളരെ സ്മൂത്ത് ആവും. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങളെല്ലാരും അക്കൗണ്ട് ഒക്കെ എടുത്താണോ? ട്രേഡിംഗ് അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത ആൾക്കാരാണോ ബ്രോക്കേഴ്സിലൊക്കെ? ഞാൻ ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടുകളും ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഏതിലാ എടുത്തിട്ടുള്ളത്? എന്റെ സ്റ്റാർട്ട് ട്രേഡർ. എക്സ്നെസ് XM. എക്സ്നെസ് ഒന്നും വേണ്ട ബ്രോ. ഓക്കെ, ഓക്കെ, ഫൈൻ, നൈസ്. നമ്മള് എന്തായാലും ഇപ്പൊ കിട്ടൂല, ക്ലോസ് ആയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് അൽപാരിയാണോ? അതെ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി അൽപാരി ആയിട്ട് അൽപാരിയിൽ നമുക്ക് ഞാൻ പറയാം, അതിന് നിങ്ങൾ പറയും. നമ്മൾ ഓൾറെഡി അൽപാരി എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ,
അൽഫാരിയിൽ ഓൾറെഡി നമ്മൾ ലിങ്ക്ഡ് ആണ്. നമ്മൾ ഓൾറെഡി അൽഫാരിയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളല്ലാതെ ഒരു ക്രോമിൽ പോയിട്ട് അൽഫാരി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ നോ ഇഷ്യൂസ്. അതിലൊന്നും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ഒരു വിഡ്രോലോ ഡെപ്പോസിറ്റോ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ടിനെ കണക്ട് ചെയ്യുക, അതുവഴിയേ നിങ്ങൾക്ക് അത് ഫർദർ ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ത്രൂ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ അൽഫാരിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു വിഡ്രോലോ ഡെപ്പോസിറ്റോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഞങ്ങൾക്ക് അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങൾക്ക് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഞങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ജേണിയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളെ ഗൈഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് കൂടുതൽ എന്താണ്, നിങ്ങൾക്കും ഞങ്ങൾക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ആ സർ മനസ്സിലായി. സ്റ്റാർട്ടിങ് എത്ര എമൗണ്ട് ഇടാൻ പറ്റുക? സ്റ്റാർട്ടിങ്ങിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിനിമം $100 ആണ്. ഓക്കെ, നമുക്ക് യു പി ഐ ചെയ്യാൻ പറ്റുമോ? യു പി ഐ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ? യു പി ഐയിലും ഫർദർ അതിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. യു പി ഐയിലും ചെയ്യാം. അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് സാറ് USDT ഡയറക്റ്റ് അൽഫാരിക്കുണ്ടോ? ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ, ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഒരു 2 മെന്റേഴ്സ് ഉണ്ട്. ചിൻഷ എന്നാണ് പേര്, അതേപോലെ തന്നെ നിഖിൽ എന്നാണ് പേര്. നിങ്ങൾക്ക് അറിയുണ്ടാവും ചിലപ്പോൾ മേ ബി. അപ്പോൾ അവരെ കണക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ അവർ ഷെയർ ചെയ്യും. ഓൾറെഡി നിങ്ങൾക്ക് ഇന്ന് ലിങ്ക്, അൽഫാരിയുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യും. അപ്പോൾ അത് ത്രൂ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഡെപ്പോസിറ്റിന്റെ വിഡ്രോലിന്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നവരോടാണ് പറയണേ. ഇപ്പൊ എക്സിനസിന്റെ കേസ് ഉണ്ട്, FXCMന്റെ കേസ് ഉണ്ട്, HFMന്റെ കേസ് ഉണ്ട്, അങ്ങനെ ഇപ്പൊ സ്റ്റാർ ട്രേഡറിന്റെ കേസ് ഉണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റിയാലും നമ്മളതിൽ ഉത്തരവാദികളല്ല. ആദ്യത്തെ കേസ് കാര്യം എന്ന് പറഞ്ഞാല് ഈ അൽഫാരിയുടെ കേസ് ഞങ്ങൾ കണക്ട് ചെയ്യാൻ തന്നെ കാരണം ഓൾറെഡി ഒരുപാട് കൺട്രീസിൽ ഇവര് പരിപാടികൾ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഇടയ്ക്കൊരു ഇഷ്യൂ വന്നായിരുന്നു, ബാങ്ക് ഫ്രീസിങ്ങിന്റെ കേസ് കണ്ടിട്ടില്ല നിങ്ങൾ? എന്നിട്ട് പലപ്പോഴും ഓറിയന്റേഷനിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് കാശ് വിഡ്രോൾ ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു ബ്രോ. കാരണം 10 lakh എബോവ് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതായിട്ട് എക്സസ് ഒക്കെ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിന് മുമ്പ്. ഇപ്പൊ അതില് വിഡ്രോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എക്സിനസിന്റെ കേസൊക്കെ അത് ഇച്ചിരി നല്ല താഴോട്ടാണ് ബ്രോ, ആ ബ്രോക്കേഴ്സും കാര്യങ്ങളെല്ലാം. ഇപ്പോ അൽഫാരിയുടെ കേസ് അങ്ങനെയല്ല. അതിന് ഒരുപാട് പ്ലസ് പോയിന്റ്സുകൾ പറയാനാണെങ്കിൽ ഒരുപാട് പ്ലസ് പോയിന്റ്സുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരുമായിട്ട് നിങ്ങൾ ലിങ്ക്ഡ് ആയത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കുറെ വർഷങ്ങളായിട്ടുള്ള ആണ്. ഓക്കെ, കറന്റ് സ്റ്റാറ്റസ് നോക്കിക്കോ. അൽഫാരിയുടെയിലാണ് നമുക്ക് വളരെ ഒരിക്കലും ഒരു ഇതും നമുക്ക് വളരെ ട്രസ്റ്റബിൾ ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഏറ്റവും കറന്റ്ലി ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന അൽഫാരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അവരുമായിട്ട് ലിങ്ക്ഡ് ആയത്. അപ്പോ കേട്ടില്ല. കമ്മീഷൻ കൂടുതലല്ലേ അൽഫാരി? അൽഫാരി കമ്പാരിറ്റീവ് കുറവാണ് ബ്രോ. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ വേണമെങ്കിൽ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളെ മെന്റേഴ്സ് നിങ്ങളെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അവരോട് പേഴ്സണലി കണക്ട് ചെയ്താൽ തരും. ഓൾറെഡി അതിന്റെ ലിങ്ക് ഞങ്ങൾ ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് തുടങ്ങാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ഓൾറെഡി മുമ്പ് തുടങ്ങി ഏതെങ്കിലും ബ്രോക്കേഴ്സിലേക്ക് ഉണ്ട്, അതിൽ ചേഞ്ച് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്രോക്കറിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യാനുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ തീരുമാനങ്ങൾ മാത്രമാണ്, അതിൽ ഞങ്ങൾ ആരും കൈയടത്താനില്ല. ഓക്കെ, സ്റ്റാർട്ടറിനെക്കാട്ടും ബെസ്റ്റ് ആണോ അൽഫാരി? സ്റ്റാർട്ടറായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിനകത്ത് വിഡ്രോളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പം അതിനെക്കാട്ടും ബെറ്റർ ആണോ എങ്കിലും ഞാൻ സ്വിച്ച് ചെയ്യാൻ തയ്യാറാണ്. അല്ല, അൽഫാരി അതിലും ബെറ്റർ ആണ് ബ്രോക്ക്. നമ്മൾ വളരെ വളരെ പെട്ടെന്ന് ഫാസ്റ്റും കാര്യങ്ങളെല്ലാം നടക്കും. ഇച്ചിരി കൂടെ നമുക്ക് വിശ്വാസ്യത ഉണ്ട് ബ്രോ. നമ്മളെ കിടക്കുന്ന പൈസ അതിൽ വൃത്തിക്ക് കിടക്കണം എന്നുള്ളതല്ല നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ ആ ഒരു കേസ് വളരെ നല്ലതാണ്. നമുക്ക് ഓൾറെഡി ആയിട്ട് ലിങ്ക് അവിടെ മാനേജറൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആണ്. ഡൗൺലോഡ് ചെയ്തിട്ട് വെറുതെ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ചാർട്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചാർട്ടും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഓക്കെ, ചാർട്ട് എന്തിനാ നമുക്ക്? അല്ലെങ്കിൽ ആ ചാർട്ട് നോക്കിയല്ലേ ട്രേഡ് ചെയ്യണേ? നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ബ്രോ, നമ്മൾ ചാർട്ട് നോക്കുന്നത് എപ്പോഴും നമ്മൾ അതിലെ ചാർട്ടല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ട എന്താണ്, ട്രേഡിംഗ് വ്യൂവിൽ വന്ന് ചാർട്ട് നോക്കുക. അതൊരു എക്സിക്യൂഷൻ പ്രോസസ്സ് മാത്രമാണ്. അതില് വേറൊരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മളെ ട്രേഡിംഗ് വ്യൂ പെയ്ഡ് അല്ലാതെ എടുക്കുന്നതാണ് വളരെ സ്ലോ ആയിട്ടാണ് ട്രേഡിംഗ് വ്യൂ ഇതാക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള ബ്രോക്കറിന്റെ ചാർട്ട് നോക്കുമ്പോൾ ബ്രോക്കറിന്റെ ചാർട്ടില് മുകളിലേക്കാണെങ്കിൽ മുകളിലേക്കുള്ള ക്യാൻഡിൽ പോയതിനു ശേഷം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രേഡിംഗ് വ്യൂല് ഇത് വരുന്നുള്ളൂ.
ഓക്കെ, അതാണ് പക്ഷെ പ്രശ്നം. ആ ഒരു 10 സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞ യൂറോയിലാണെങ്കിലും GBP-യിലാണെങ്കിലും വലിയ വിഷയം വരത്തില്ല. നമ്മൾ എൻട്രി പുഷ് ചെയ്യുന്നത് 50 മിനിറ്റിൽ 5 മിനിറ്റിലൊക്കെയാണ്. ഈ 1 മിനിറ്റിൽ അങ്ങനെയൊക്കെ പുഷ് 1 മിനിറ്റ് 3 മിനിറ്റ് പുഷ് ചെയ്യുമ്പോഴാണ് 10 സെക്കൻഡ് ഡിലേ വരണേ. അത് ഞാൻ എൻ്റെ തുടക്ക സമയങ്ങളിൽ ഞാൻ വളരെ ബേസിക്സ് ആയിട്ടുള്ള സാധനം തന്നെ യൂസ് ചെയ്തിരുന്നത്. ഞാൻ പ്രീമിയം ഇപ്പോഴാണ് പ്രീമിയം എടുത്തിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ളൂ പ്രീമിയം എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അത് വലിയൊരു ഡിലേ ആയി മാറില്ല. അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ബ്രോക്കേഴ്സിന്റെ അല്ല, നമ്മൾ ബ്രോക്കേഴ്സിന്റെ ചാർട്ട് നോക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ട്രേഡിംഗ് വ്യൂ വരിക, ഒന്നെങ്കിൽ ഒയാണ്ട അല്ലെങ്കിൽ FXCMന്റെ ചാർട്ട് യൂസ് ചെയ്യുക. ഒരു ടൈം ഡിലേ ഉണ്ട് സാറേ ഈ ഉണ്ട്, ട്രേഡിംഗും മറ്റു ബ്രോക്കറുമായിട്ടുള്ള. മനസ്സിലായി ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് നമ്മളെ വലിയ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പിന്നെ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരു ട്രേഡിംഗ് മിനിമം വ്യൂവിന്റെ 100 ആണോ? അതിൽ താഴെ ഉണ്ടോ? ഇല്ല, അതിൽ മിനിമം താഴെ 100 ഉണ്ടോ? ആണ്. മിനിമം 100 100 ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് 50 ആക്കാനൊക്കെ പറ്റും. ഓക്കെ, അതിൽ പ്രശ്നമില്ല. പക്ഷെ മിനിമം 100 എങ്കിലും നല്ലതാണ്. നമുക്ക് നിങ്ങളെ ബ്രോക്കർ ടു ബ്രോക്കർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ബ്രോ, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്നെക്കാട്ടി ഇത് പറയാൻ ഇച്ചിരി കാര്യങ്ങൾ അറിയാവുന്നത് ഓക്കെ ഇവർ ഓക്കെ. രണ്ടുപേർക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാർ ലിങ്ക് ഒന്ന് ഇട്ടാൽ നമ്മള് ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് എന്തായാലും വെക്കാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ രജിസ്റ്റർ കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുക. നമുക്ക് പയ്യെ പരിപാടികൾ തുടങ്ങി വെക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടിമുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സപ്പോർട്ട് തേടുക. ഓക്കെ, എന്തൊരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുമായിട്ട് സപ്പോർട്ട് തേടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെന്ത്, ഉറപ്പായിട്ടും. അപ്പൊ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അവരായിട്ട് കണക്ട് ചെയ്താൽ ഒരു ട്യൂട്ടോറിയൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരും. നമ്മളിപ്പോ ഈ അൽപ്പരയുടെ എക്സ്ചേഞ്ചിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പൊ അവരതിന്റെ ഡീറ്റെയിൽസ് കോപ്പി കാര്യങ്ങളെല്ലാം ട്രേഡിംഗ് അതല്ല അവന്റെ അടുത്ത് തന്നെ ചോദിക്കണം. അല്ലല്ല, കോപ്പി അല്ല ഞാൻ കോപ്പി ചോദിച്ചത് വേറെയാണ്. സാറിന്റെ ഒരു അണ്ടറിൽ അത് ഉറപ്പായിട്ടുണ്ടാവും. സാറിന്റെ അണ്ടറിൽ അയ്യോ, അത് അതാ ഉറപ്പായിട്ടുണ്ടാവും. ചോദിച്ചത്. അല്ല, ഇപ്പൊ False അത് കിട്ടുവാണോ? ഏറ്റവും വലിയൊരു ഗുണം തന്നെ അതാണ് ബ്രോ. സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ അനാലിസിസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു ട്രേഡ് എടുക്കണതിന്റെ പാത്ത് എങ്ങനെയാണ്, നിങ്ങൾ സൈക്കോളജിക്കൽ എങ്ങനെയാണ്, റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളായിട്ട് ലിങ്ക്ഡപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് അനാലിസിസ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ ഏത് സ്റ്റേജിൽ കിടക്കുന്നു, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അല്ല, ഒരു growth നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ പഠിപ്പിച്ചു തന്നാലും നമ്മൾ ഈ ട്രാക്കിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ നല്ല അതിന്റെ സമയം കൂടെ എടുക്കും. നമുക്കൊരു ഇൻകം ജനറേറ്റ് അത് നല്ല സമയം എടുക്കും. അപ്പൊ Yes. സാറിന്റെ അതായത് ബ്രോ സപ്പോർട്ട് ഉദ്ദേശിച്ചത് നമുക്ക് കോൾസ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരുന്നാണോ? ഒരിക്കലും തരില്ല ഞാൻ. അത് Yes. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരിക്കലും തരൂല. ഞാൻ തരില്ല. നിങ്ങളെ നശിപ്പിക്കണേന് തുല്യ. ആദ്യത്തെ ആ പരിപാടി ഞാൻ എടുക്കൂല. അല്ല അതല്ല, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സാർ ഉറപ്പായിട്ടും. ഇപ്പൊ നിങ്ങൾ ഒരു ചാർട്ട് അയച്ച് നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാം ഈ ക്ലാസ് എല്ലാം കഴിയുമ്പോഴും നമ്മൾ വീണ്ടും കാണും. നമ്മൾ ലൈവ് സെഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമ്മൾ ഇന്ന് ഒരു എൻവൈയിൽ വന്നിരുന്ന് നമുക്ക് വ്യക്തമായിട്ട് ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യാം. ബ്രേക്ക് ഡൗൺസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമല്ലോ. പിന്നെന്ത്, ഉറപ്പായിട്ടും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരും. അതിലൊന്നും ഒരു ഇതും ഇല്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം, ഈ സിഗ്നലിന്റെ പരിപാടി എക്സോറിന്ന് എന്തായാലും കിട്ടില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ $100 $100 $50 ഒരു 1 മന്ത് സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള സ്കീമൊക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അതുകൊണ്ട് എനിക്ക് മനസ്സിലാവണില്ല അത് എന്തുകൊണ്ട്, എന്ത് നേട്ടം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാശിനപ്പുറത്തേക്ക് ചിലപ്പോൾ അത് ലോസ് വരേണ്ട മാത്രം, പക്ഷെ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. നമ്മുടെ സ്കില്ല് ബ്രേക്ക് ഡൗൺ വീഡിയോസ് ചെയ്താലും മതി. അതെ, ഉറപ്പായിട്ടും ഗൈഡൻസ് ഞങ്ങളെ ഭാഗത്ത് നിന്ന് 200% ഞങ്ങളെ ഭാഗത്തുണ്ടാവും. അതിലൊന്നും ഒരു ഇതുമില്ല. ഇപ്പൊ ഇന്നൊരു ലെവൽ ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കുന്നു, ബ്രേക്ക് ഡൗൺസിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഇപ്പൊ ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ അതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇടാം, നിങ്ങൾ നോക്കുക. അതിന്റെ കാര്യങ്ങളിൽ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ആ ലിങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. അവിടെ എന്തെങ്കിലും ഒന്ന് 1% നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് മനസ്സിലാവണില്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് നേടുക. ഓക്കെ ഓക്കെ, അപ്പൊ അതിലും ആധാറും പാനും മസ്റ്റാണോ? അതൊക്കെ വേണം, നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. സാറേ നമുക്ക് ബാങ്ക് ത്രൂ ആണോ അതോ മറ്റേ ഇതുണ്ടോ, ഏത് ESTTയോ ക്രിപ്റ്റോയുടെ? എല്ലാത്തിലും ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് ക്രിപ്റ്റോയിലേക്ക് USDT ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് പറയാനാണ്. അതായത് വിഡ്രോവൽ ആണ്, ഡെപ്പോസിറ്റ് ആണ്, അത് അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അതിൽ ഇവിടെ പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ലിങ്ക് ഉറപ്പായിട്ടുണ്ട്. ചോദിച്ചത് കേട്ടില്ല. സ്റ്റാർട്ട് ആയിട്ടിനകത്ത് അതുണ്ട്. എല്ലാ എക്സ്ചേഞ്ചിലും ഉണ്ട് ബ്രോ. മറ്റേ ക്രിപ്റ്റോയിൽ ട്രാൻസ്ഫർ ആക്കാൻ പറ്റാത്ത ഒരു എക്സ്ചേഞ്ചും ഇല്ല പ്ലേ സ്റ്റോറിൽ. അത് ഇവിടെ പറയുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ ഓക്കെ. ഓക്കെ, അടുത്ത ക്ലാസ് എന്താ?
അടുത്ത ക്ലാസ് നമുക്ക് നമ്മളുടെ CRT മെന്റർഷിപ്പ് ഉണ്ട്, പേഴ്സണൽ മെന്റർഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ് കൂടെ നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഓക്കെ ആ ഡേറ്റ് കൂടെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ, സാർ ആൾപ്പാരിന്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ. ഉറപ്പായിട്ടും എപ്പോഴും. ഓക്കെ, ആ ശരി ശരി. അങ്ങനെ എല്ലാവരും അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് ഒരു വെട്ടിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം എന്ന് പറയല്ലോ, യുദ്ധത്തിന് മുമ്പ്. അപ്പൊ അതേപോലെ അതെ ഒന്ന് അതെ പ്രിപ്പയർ ആയിട്ടിരിക്കും. ഓക്കെ, ഓക്കെ ആ പിന്നെ എപ്പോഴും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങളെ ബാധിക്കാത്ത ഒരു എമൗണ്ട് മാത്രം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. വാരിക്കോരി ഒരുപാട് എമൗണ്ട് ഒന്നും ഇടരുത് കേട്ടോ. ഫസ്റ്റ് ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യലല്ലേ നല്ലത്? ഡെമോയിൽ ചെയ്തിട്ട് കാര്യമില്ല, സത്യം പറഞ്ഞ നമ്മളെ സൈക്കോളജി ഒന്നും ഒരിക്കലും വർക്ക് ആവില്ല. ഓക്കെ ഡെമോ നമുക്കറിയാം, ഡെമോയിൽ അടിച്ചുപോലെന്ന് അറിയാം. അപ്പൊ നമ്മളെ എപ്പോഴും അത് തന്നെ ചെയ്യുള്ളൂ, നമുക്ക് അതെ ഷെയർ ഉണ്ടാവൂല. അതെ, ഒരു നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരില്ല. ഇപ്പൊ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ചെറിയ എമൗണ്ട്, $2 ആണെങ്കിൽ റിസ്ക് $2 റിസ്ക് വെച്ച് നിങ്ങൾ ചെയ്യുക, എങ്കിലേ അവിടെ ഒരു സൈക്കോളജിക്ക് ഒന്ന് വർക്ക് ആവുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ ആ സാർ. അപ്പൊ എന്നാ ശരി, എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുക. ബാക്കി ക്ലാസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഇത് മെയിൻ കാര്യം ഇത് എല്ലാവരും അസൈൻമെന്റ് ചെയ്തിടണേ. അസൈൻമെന്റ്. ഓക്കെ ഓക്കെ ബ്രോ ഓക്കെ, അപ്പൊ ബൈ. താങ്ക് യു ബൈ. ഓക്കെ ബ്രോ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ, താങ്ക് യു.